ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ആളുകൾക്ക് വന്നു തുടങ്ങുന്നുള്ളൂ. 11:06 എന്തായാലും വരുന്ന ആൾക്കാർ വരട്ടെ. നമുക്കെന്താണ് ഈ കൃത്യമായിട്ട് ഈ ഒരു സിസ്റ്റത്തെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം മുതൽ ഉണ്ടാവണം. അപ്പൊ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന വ്യക്തികളോട് പറയേണ്ടത് മുഴുവനായിട്ടും കേൾക്കാൻ വേണ്ടി പറയാം. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് ടൈം മുതലേ ഉണ്ടാവാനും വേണ്ടി പറയാം മീറ്റിംഗിൽ. ഓക്കെ. അപ്പൊ ഞാൻ എന്നെ പരിചയപ്പെടുത്താം പുതിയ ആളുകളോട്. പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. പേര് ഷംസുദ്ദീൻ, കണ്ണൂരാണ് സ്ഥലം. ഈ ഒരു കമ്പനിയിലേക്ക് അസോസിയേറ്റ് ചെയ്തിട്ട് 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. എന്റെ വോയിസ് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സർ. ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഈ ഒരു കമ്പനിയിലേക്ക് വന്നിട്ട് ഇപ്പൊ ഏകദേശം 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആരോ ഒരാൾ സൗണ്ട് ക്ലിയർ ആവുന്നില്ലാതെ ടൈപ്പ് ചെയ്യുന്നു. അത് അവരുടെ പ്രശ്നമായിരിക്കും. ഒന്ന് റേഞ്ചിലെടുക്കാൻ മാറി നിന്നാൽ മതി. പക്ഷെ നമ്മളിപ്പോ പറയുന്നത് പോലെ അവർ കേൾക്കുന്നുണ്ടാവില്ല. മാറിയിരിക്കണം കാര്യങ്ങൾ. എന്തോ ആവട്ടെ. അപ്പോ എല്ലാവരോടും ഒരിക്കൽ കൂടി പറയുന്നു, ആദ്യം മുതൽ അവസാനം വരെ മുഴുവനായിട്ട് കേൾക്കുക. നിങ്ങൾക്കുള്ള സംശയവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. ഞാൻ PDF ഷെയർ ചെയ്യുന്നുണ്ടാവും. സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ഇൻവൈറ്റ് ചെയ്ത വ്യക്തി ആരാണോ ആ ഒരു വ്യക്തിയെ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, അതായത് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി നോക്കുക. അതുപോലെ രാത്രി 8 മണിക്ക് സൂം മീറ്റിംഗ് ഉണ്ട്. നെക്സ്റ്റ് അത് കഴിഞ്ഞാൽ രാത്രി 9:30. അപ്പൊ ടോട്ടൽ 11 മണി, രാത്രി 8 മണി, 9:30. 3 നേരം കമ്പനിയുടെ പ്രൊഫൈല്, പ്രൊഡക്റ്റീവ് പ്ലാൻ കൃത്യമായിട്ട് ഡെയിലി നടക്കുന്നുണ്ടാവും. ഇതിലൊക്കെയുള്ള ഒരു എന്താ പറയാ, ടോട്ടലി നമ്മുടെ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ട് രാവിലെ 6 മണിക്ക് വീണ്ടും ഇന്റഗ്ര അക്കാഡമിയുടെ ഒരു ട്രെയിനിങ് സെഷൻ നമ്മുടെ നൗഷാദ് സാർ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി തരുന്നുണ്ടാവും. അതുപോലെ എന്താണ് പിന്നെ നമ്മുടെ ട്രെയിനിങ് സെഷൻ ഒക്കെ ഉണ്ട് എല്ലാ തിങ്കളാഴ്ച രാവിലെ 6 മണിക്ക്. ഇന്നിപ്പോ നമുക്ക് വേണ്ട രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. കാരണം സാറ് യാത്രയിലാണ്, ട്രാവലിംഗ് ആയതുകൊണ്ടാണ് നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ട്രെയിനിങ് കിട്ടാതിരുന്നത്. ശരിക്ക് ഇപ്പൊ നാളെ രാവിലെ 6 മണിക്ക് വീണ്ടും നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ജസ്റ്റ് സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി തരുന്ന കമ്പനിയുടെ പ്രൊഫൈല് വളരെ ശ്രദ്ധിച്ചിട്ട് കേൾക്കണേ. നമ്മൾ വല്ല കോളോ കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്ന് ഡ്രോപ്പ് ചെയ്തോ. ജസ്റ്റ് ഒരു 2-3 സെക്കൻഡ് സ്ക്രീനിൽ നിന്ന് വിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ മാറിപ്പോയി കഴിഞ്ഞാൽ ആ ക്ലാരിറ്റി കിട്ടുന്നത് ഇല്ലാതാവും. അപ്പൊ എന്തായാലും ഒരു മണിക്കൂറിനകത്ത് നിങ്ങൾ എന്നോടൊപ്പം തന്നെ ഉണ്ടാവുക. കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മീറ്റിംഗിലൂടെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 1998 അതും ഒരു പാർട്ണർഷിപ്പ് ഫേമായിട്ടാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. 10 വർഷം കഴിഞ്ഞിട്ട് 2008 ഇതൊരു ഇൻകോർപ്പറേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് മാറുന്നു. നിലവിൽ ഇപ്പോൾ കമ്പനി 27 വർഷം കംപ്ലീറ്റ് ചെയ്തു. 28ാമത്തെ വർഷത്തിലേക്ക് എത്തിയിരിക്കുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനി, IT കമ്പനി. കമ്പനിയുടെ പേര് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇന്റഗ്ര ERP എന്നൊരു ബ്രാൻഡ് നെയിമിലാണ് കമ്പനി വേൾഡിൽ ടോട്ടലായിട്ട് അറിയപ്പെടുന്നത്. ഈ ഒരു കമ്പനി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. അശ്വിനി ജംഗ്ഷനിലാണ് നമ്മുടെ ഓഫീസ് വരുന്നത്. അതുപോലെ തന്നെ കമ്പനിയുടെ MD മിസ്റ്റർ രാമചന്ദ്രൻ പാലിശ്ശേരി സാർ, അദ്ദേഹം തൃശ്ശൂരുകാരൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു IT മേഖലയിൽ, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ചെയ്യുന്ന ഒരു മേഖലയിൽ 38 വർഷം എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി. അദ്ദേഹത്തിന്റെ പ്രൊജക്റ്റാണ് നമ്മൾ ഇവിടെ കേൾക്കുന്നത്. ഇപ്പൊ കമ്പനി 28 വർഷമായിട്ട് ചെയ്തിരുന്നത്, ഇപ്പോഴും ചെയ്യുന്നത് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിട്ട് ഒരുപാട് ചെറുതും വലുതുമായ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും സോഫ്റ്റ്വെയറുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ, MLM സോഫ്റ്റ്വെയർ, മൊബൈൽ ആപ്ലിക്കേഷൻ ഇതൊക്കെ നിർമ്മിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. വലിയ ഹോട്ടലുകൾ, ജ്വല്ലറികൾ, സൂപ്പർ മാർക്കറ്റുകൾ, ഹോസ്പിറ്റലുകൾ, ലാബുകൾ, അതുപോലെ തന്നെ ഈ പറഞ്ഞ MLM കമ്പനികൾ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾക്ക് വരെ സോഫ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു IT കമ്പനിയാണ് ഇന്റഗ്ര എന്ന ബ്രാൻഡ് നെയിമിൽ അറിയപ്പെടുന്ന നമുക്ക് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി തരുന്ന കമ്പനി സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. കമ്പനിയുടെ ലീഗൽ വശങ്ങളെ കുറിച്ച് അറിയണ്ടേ? 28 വർഷമായില്ലേ? നമുക്ക് എന്താണ് ഗൂഗിളോ ക്രോമിലോ കയറിയിട്ട് MySaving.in ഇപ്പൊ താഴെ കാണാൻ വേണ്ടി പറ്റുമെങ്കിൽ ഒന്ന് എഴുതിയെടുത്തോ. കമ്പനിയുടെ വെബ്സൈറ്റ് ആണ് MySaving.in. അതല്ല സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഗൂഗിളിൽ കയറിയിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. കമ്പനിയുടെ ടോട്ടലി പ്രൊഫൈൽ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും അത് ഷോർട്ടായിട്ട് പറഞ്ഞതാണ്. പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട് കമ്പനിയുടെ പ്രൊഫൈലിനെ കുറിച്ചിട്ട്. അപ്പൊ നിങ്ങൾക്ക് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. സർട്ടിഫിക്കറ്റുകൾ കേരള സർക്കാർ പറയുന്ന രീതിയിലുള്ള ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ വേണോ അങ്ങനെയുള്ള A to Z സർട്ടിഫിക്കറ്റ് ഏകദേശം 16ഓളം സർട്ടിഫിക്കറ്റുകൾ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. പക്ക ക്ലിയർ, പെർഫെക്റ്റ്, 100% ലീഗലായിട്ടുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനി.
ഇനി എന്താണ് തൃശ്ശൂർ അല്ലേ, നിങ്ങൾക്ക് ഇന്ന് വേണോ കമ്പനി വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ MDA ആണെങ്കിൽ ജസ്റ്റ് അപ്പോയിന്റ്മെന്റ് എടുക്കുക, MDA കാണാൻ സംസാരിക്കുക, ഒരു ബുദ്ധിമുട്ടും ഒരു തടസ്സവും ഇല്ല. ഈ ഒരു കമ്പനി സ്വന്തമായി നിർമ്മിച്ച് പ്ലേ സ്റ്റോറിലേക്ക് വെച്ചിരുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റുകളാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. കമ്പനിയുടെ സ്വന്തം പ്രോഡക്റ്റുകൾ, ഇതാണ് പ്രോഡക്റ്റ്. പല ആളുകളും മീറ്റിംഗ് ഒക്കെ ഒന്നും രണ്ടും മീറ്റിംഗ് ഒക്കെ കേട്ട് കഴിഞ്ഞിട്ട് ചോദിക്കും, സാറേ നിങ്ങളെ പ്രൊഡക്റ്റ് എന്താണെന്ന് ചോദിക്കും. ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ്. ഇവിടെ ഫിസിക്കൽ പ്രൊഡക്റ്റ് അല്ല, ഡിജിറ്റൽ പ്രൊഡക്റ്റുകളാണ് കമ്പനി നിർമ്മിക്കുന്നതും സർവീസ് ചെയ്യുന്നതും. അപ്പോൾ നമുക്ക് കാണാം, ഒന്നാമത് സേവ് മൈ പേഴ്സണൽ ആപ്പ് 2021 മുതൽ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. 2021 മുതൽ 6 വർഷമായിട്ടുണ്ട്. എന്തിനാ ഇറക്കിയെന്നറിയോ? സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓരോ വ്യക്തികളിലും അതുപോലെ ഓരോ കുടുംബങ്ങളും കൃത്യമായിട്ട് നമ്മുടെ മണി മാനേജ്മെന്റ് ആയിക്കോട്ടെ, ടൈം മാനേജ്മെന്റ്, നമ്മുടെ പേഴ്സണാലിറ്റി, ഡ്രീം, ഇതൊക്കെ ഇമ്പ്രൂവ് ആക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നിനോടുന്ന ക്ലബ്ബ് ചെയ്തിട്ടുള്ള 16 ഫീച്ചേഴ്സുകൾ. ഈ ഒരു ഒറ്റ ആപ്ലിക്കേഷനകത്ത് 16ഓളം ഫീച്ചേഴ്സുകൾ ഉണ്ട്. ഏതൊരു സാധാരണക്കാരനും വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാൻ വേണ്ടി പറ്റും. നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്, വരുമാനം കിട്ടുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ ഒരു മീറ്റിങ്ങിലേക്ക് എത്തിയിരിക്കുന്നതിന് ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിച്ചിട്ടായിരിക്കും. കാരണം അവിടെ നിന്ന് വരുമാനം കിട്ടുന്നില്ല, പിന്നെ എന്തിനാ നമ്മൾ വേറെ വരുമാനത്തിന് ആഗ്രഹിക്കുന്നത്? പക്ഷെ അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം ഒന്നും എവിടെ എത്തുന്നില്ല. നമ്മളെ ചെലവുകളെ തന്നെ എന്താ പറയാ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. എല്ലാ മാസവും 1-ാം തീയതി അല്ല 5-ാം തീയതി ഒക്കെ സാലറി കിട്ടുന്ന സമയത്ത് ആ ഒരു മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ തീർന്നു പോയിട്ടണം. അതിനിടയിൽ പല എമർജൻസി കേസോ ഹോസ്പിറ്റൽ കേസൊക്കെ വന്ന പെട്ട് കടം വാങ്ങേണ്ടി വരും. അപ്പൊ ആ ഒരു രീതിയിലാണ് ശരിക്കും ജനങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്തുള്ള ഫീച്ചേഴ്സുകളൊക്കെ ഡെയിലി ഇങ്ങനെ ഉപയോഗിച്ച് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രെയിനിങ് സെഷനൊക്കെ തരുന്നുണ്ടല്ലോ, രാവിലെ പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ, അതിലൂടെ നമ്മളിലൊരു സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അതിലൊക്കെ നമുക്ക് വരാം. അതുപോലെ അത് നെക്സ്റ്റ് പ്ലാറ്റ്ഫോമാണ് സേവ് കാർട്ട് ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ്. നമുക്ക് പരിചയമുള്ള ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, മീഷോ, ആലിബാബ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോം നമുക്ക് പരിചയമുണ്ട്. നമ്മുടെ ഫോണിലൊക്കെ ആപ്ലിക്കേഷൻ ഉണ്ടാവും. അതുപോലൊക്കെ തന്നെയുള്ള ഒരു ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോം നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ജസ്റ്റ് ഇതാ 1 വർഷം കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഈ 1 വർഷം ഷോർട്ട് ടൈമിനുള്ളിൽ ഒരുപാട് നല്ല നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകളൊക്കെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ കമ്പനിക്ക് പറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും ആമസോണോ ഫ്ലിപ്കാർട്ടോ ആയിട്ട് ഈ സേവ് കാർട്ടിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി പാടില്ല. അത്രയൊന്നും വരൂല. അതൊക്കെ എത്രയോ വർഷങ്ങളുടെ എഫേർട്ട് എടുത്തുകൊണ്ടാണ് ഇന്നത്തെ ആ ഒരു സ്റ്റാൻഡിങ്ങിലേക്ക് എത്തിയിരിക്കുന്നത്. സേവ് കാർട്ട് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. പക്ഷെ അതിനേക്കാൾ ഹൈ ഗ്രോത്തിലേക്ക് പോകാനുള്ള ചാൻസ് ഇവിടെ ഉണ്ട്. കാരണം കമ്മ്യൂണിറ്റി ക്രിയേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രൊഡക്റ്റുകൾ ദിനം ദിനം ആഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി വരുന്നു സേവ് പ്രോ എക്സ്പെൻസ് ട്രാക്കർ, നമ്മുടെ 3ാമത്തെ പ്രൊഡക്റ്റ്. ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന എല്ലാ എക്സ്പെൻസ്, നമ്മുടെ ചിലവുകളും നമുക്ക് കിട്ടുന്ന വരുമാനങ്ങളൊക്കെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഒരു സമ്പാദ്യശീലത്തിൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിനിലേക്ക് എത്തിക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന പവർഫുൾ ഫീച്ചേഴ്സിലുള്ള ആപ്ലിക്കേഷൻ സേവ് പ്രോ എക്സ്പെൻസ് ട്രാക്കർ. അപ്പൊ നോക്കൂ, ഇവിടെ 28 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു IT കമ്പനിയിലേക്ക് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണുന്നത് ഈ 3 പ്ലാറ്റ്ഫോമിലൂടെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പരിധികളില്ലാത്ത വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതും ക്യാഷ് ഇട്ട് ക്യാഷ് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കൂലേ, അതിനേക്കാൾ കൂടുതൽ ഈ ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ക്ലിയർ ആയല്ലോ 3 പ്ലാറ്റ്ഫോം. ഇത് നോക്കൂ, ഇങ്ങനെ ആപ്ലിക്കേഷൻ ഒക്കെ നിർമ്മിച്ച് പ്ലേ സ്റ്റോറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ അറിയോ? ഇല്ല. ആളുകളൊക്കെ എത്തിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു മാർക്കറ്റിംഗ് ടൂൾ വേണം. സാധാരണയായിട്ട് നമ്മൾ പൊതുവെ ഇന്ന് വരെ കണ്ടുവന്നത് സെലിബ്രിറ്റികളിലൂടെ പരസ്യം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എങ്ങനെ പരസ്യം? യൂട്യൂബിൽ ആഡ്സ് ചെയ്യാറുണ്ട്, കാണാറില്ലേ? ഫേസ്ബുക്കിൽ, ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ എന്തെങ്കിലും വീഡിയോ കാണുന്ന സമയത്ത് പരസ്യം കയറി വരാറുണ്ട്. ദുൽഖർ സൽമാന് മുമ്പ് മോഹൻലാൽ വന്നിട്ടുണ്ട്, മമ്മൂട്ടി വന്നിട്ടുണ്ട്, പല ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ലക്ഷങ്ങളും കോടികളൊക്കെ കൊടുക്കേണ്ടി വരും ഇങ്ങനെ ചെയ്യണമെങ്കിൽ. ആരും വന്നിട്ട് വെറുതെ ചെയ്തു തരുമൊന്നും ചെയ്യില്ല. അതോ കോടികളൊക്കെ കൊടുത്ത് ചെയ്യിച്ചാലോ ഓരോ വർഷം കഴിയുമ്പോൾ അത് പുതുക്കാനുള്ള വീണ്ടും ചാർജുകൾ ഇവർക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. ഇനി അത് സക്സസിലേക്ക് എത്തുന്ന എന്തോ ഉറപ്പുള്ളത്? കാരണം ഇതിനു മുമ്പ് പല കമ്പനികളും നഷ്ടത്തിലേക്ക് പോയിട്ടുള്ളതൊക്കെ ഇതൊക്കെ കൊണ്ടാണ്. കാരണം അവര് വലിയ പ്രതീക്ഷകളൊക്കെ വെച്ചിട്ട് കോടികളൊക്കെ കൊടുത്ത് സെലിബ്രിറ്റികളെ ഇറക്കുന്നുണ്ടാവും. ഇപ്പൊ കാണുന്നില്ല ചീട്ട് കളിക്കുന്ന റമ്യ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ നമ്മൾ വാങ്ങാറുണ്ടോ? നമ്മൾ ഉപയോഗിക്കാറുണ്ടോ? ജനങ്ങൾ ഏറ്റെടുത്താൽ മാത്രമേ സക്സസിലേക്ക് പോകൂ. ആ ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് കിട്ടൂലോ. ഇപ്പൊ നമ്മുടെ സേവാപ്പിനെ എടുക്കാം. സേവാപ്പിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ദുൽഖർ സൽമാനെ, അക്ഷയ് കുമാറിനെ നമ്മൾ സെറ്റാക്കി എന്ന് വിചാരിക്കാം, കോടികളൊക്കെ കൊടുത്തിട്ട്. നമ്മളെപ്പോലുള്ള ആൾക്കാർ യൂട്യൂബിൽ വീഡിയോ കാണുന്ന സമയത്ത് സേവാപ്പിന്റെ ആഡ്സ് കയറി വരുന്നുണ്ടാവും. നമ്മളിത് കണ്ട് വാങ്ങണം, എന്നാൽ മാത്രമേ നമ്മുടെ കമ്പനിക്ക് ബെനിഫിറ്റ് ഉള്ളൂ. ഇത് ജനങ്ങൾ കാണും, വാങ്ങാൻ പോയിട്ട് കാണും വരച്ചില്ല. കാണാറുണ്ടോ നമ്മൾ ഏതെങ്കിലും പരസ്യങ്ങൾ? സ്കിപ്പ് ചെയ്യുന്നില്ല, ആ ബട്ടൺ വരാൻ വേണ്ടി കാത്തുക്കും, സ്കിപ്പ് ചെയ്തങ്ങ് വിടും. അപ്പോ നോക്കൂ, ഇവിടെ സെലിബ്രിറ്റികളെ മാറ്റി നിർത്തിക്കൊണ്ട് ജനങ്ങളുടെ ഡയറക്റ്റ് സെല്ലിംഗ് രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കമ്പനി തീരുമാനിക്കുന്നു. ഡിജിറ്റൽ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ്. സേവാപ്പ് ഞാനും നിങ്ങളും ഒക്കെ ഉപയോഗിക്കാം.
അല്ലെ നമ്മൾ വാങ്ങുന്നു. നമ്മളിലൂടെ നമ്മളെ ഫാമിലി, ഫ്രണ്ട്സ്, അയൽവാസികള്, ബന്ധുമിത്രാദികൾ ഇവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എങ്ങനെ ഷെയർ ചെയ്യണം? സാധനങ്ങൾ ഫിസിക്കൽ പ്രൊഡക്റ്റ് എടുത്തിട്ട് വീടുകൾ കയറി വിൽക്കുന്ന പോലെ വിൽക്കണ്ടല്ലോ. 4 നേരം സൂം മീറ്റിംഗ് കണ്ടിന്യൂറ്റീവ്. ഓണം, വിഷു, പെരുന്നാൾ, ക്രിസ്മസ് എന്ത് വന്നോട്ടെ മീറ്റിങ്ങിന് ഒരു തടസ്സം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് മീറ്റിങ്ങുകൾ പങ്കെടുത്തുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. നമ്മളെ ഫാമിലി, ഫ്രണ്ട്സിന് ഈ പറഞ്ഞിട്ടില്ല നാട്ടുകാരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുക. സൂമിന്റെ ലിങ്ക് അയച്ചു കൊടുത്ത് അവരെ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അവരിതാ ഇതുപോലെ വന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യുമ്പോൾ കമ്പനിക്ക് പ്രോഫിറ്റ് വരുന്നില്ല. ആ സമയത്ത് ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നു. കിട്ടുന്ന വരുമാനത്തിന്റെ 90% ജനങ്ങളിലേക്ക് കൊടുക്കുന്നത് എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കമ്പനി 90% കൊടുക്കുന്നത്? പല കമ്പനികൾ 90% എടുക്കും, 10% ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ടാവും. ഇവിടെ നേരെ തിരിച്ചാണ്. കമ്പനി 10% മാത്രമേ എടുക്കുന്നുള്ളൂ. കമ്പനിക്ക് അത് മതി. കാരണം ഇവിടെ സർവീസ് ചെയ്യുന്നത് ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഫിസിക്കൽ പ്രൊഡക്റ്റ് അല്ല, കഴിക്കാനുള്ളത്, വീട് ക്ലീൻ ചെയ്യാനുള്ള പ്രൊഡക്റ്റ് അല്ല. അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ നിർമ്മിച്ച് അല്ലെ ജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ, ചെലവായി കഴിഞ്ഞാൽ വീണ്ടും 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 നിർമ്മിക്കാനുള്ള ചെലവ് വരുന്നുണ്ടാവും. ഇവിടെ വൺ ടൈം ഒറ്റ പ്രാവശ്യം നിർമ്മിച്ചു, പ്ലേ സ്റ്റോറിലേക്ക് വെച്ചു. ഞാനും നിങ്ങളും നമ്മൾ നാട്ടുകാർ ജനമാട്ട കേരളത്തിൽ ഇല്ല, ഇന്ത്യയിൽ, ലോകത്തിലുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഈ ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്തു ഡൗൺലോഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇത് തീർന്നു പോവോ? 10 വർഷം, 20, 50, 100 വർഷം കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ ഉണ്ടാവും. അപ്പൊ ആളുകൾ വാങ്ങുന്നതിനനുസരിച്ച് കമ്പനിക്ക് നിർമ്മിക്കാനുള്ള ചെലവുകൾ വരാത്തത് കൊണ്ട് തന്നെ കൂടുതലും ജനങ്ങൾക്ക് കൊടുക്കുന്നു. ക്ലിയർ ആയാലോ? ഇതാണ് ഒരു മാർക്കറ്റിംഗ് മെത്തേഡ് വരുന്നത്. അതല്ലാണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു MLM ബിസിനസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഇട്ടിട്ട് 2-3 ആൾക്കാരൊക്കെ കൂടി തട്ടിക്കൂടിയിട്ട് ഉണ്ടാക്കിയ ഒരു പ്രൊജക്റ്റോ പ്രോഗ്രാമോ അല്ല നമ്മൾ കേൾക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ക്യാഷ് പോയിട്ടുള്ളതൊക്കെ അതാണ്. ഒരു 6 മാസത്തില്, 8 മാസത്തില്, 1 വർഷത്തേക്ക് ടാർഗറ്റ് ഇട്ടിട്ട് ചില ആൾക്കാർക്ക് തുടങ്ങുന്നുണ്ടാവും. അപ്പൊ ക്ലിയർ ആയല്ലോ മാർക്കറ്റിംഗ് മെത്തേഡ്. ഇനി എന്താ നോക്കാനുള്ളത്? പുതിയ ആളുകൾ ശ്രദ്ധിച്ചോ. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ ഈ ഒരു സൂം മീറ്റിങ്ങിലേക്ക് ഇൻവൈറ്റ് ചെയ്ത വ്യക്തി, ആ ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരു റെഫർ ലിങ്ക് ചെയ്യുന്നുണ്ടാവും. അതിലൂടെ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഒരു ഫ്രീ രജിസ്ട്രേഷൻ ലിങ്ക്, ഒരു പൈസ നിങ്ങൾ കൊടുക്കണ്ട. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇന്റർഫേസ് വരുന്നുണ്ടാവും. നിങ്ങളുടെ പേരും ഫോൺ നമ്പർ, ഇമെയിൽ ഇടും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു യൂസർ നെയിം, അത് നിങ്ങളെ പേരന്റ് കൊടുത്താലും കുഴപ്പമില്ല. ചില ആൾക്കാർ ഇപ്പൊ വീട്ടമ്മമാർക്കേണ്ട വിചാരിക്കുന്നത് എന്താ യൂസർ നെയിം എന്താ കൊടുക്കുക, കൺഫ്യൂഷൻ ആവും. ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോ. ഒരു കോംപ്ലിക്കേറ്റഡും അല്ല, ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളെ പേര് കൊടുക്കുക, പിന്നെ ഒരു 8 അക്ക ഡിജിറ്റൽ പാസ്വേഡ്, എന്തെങ്കിലും ഒരു 8 അക്ക ഡിജിറ്റൽ പാസ്വേഡ് കൊടുക്കുക. അത് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവും ഫ്രീ ആയിട്ട്. ഇനിയോ ഫ്രീ ആയിട്ട് വന്നു കഴിഞ്ഞാലോ, നേരത്തെ പറഞ്ഞ ഈ 3 പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, സേവ് ആപ്പ്, സേവ് കാർഡ്, സേവ് ആപ്പ് പ്രോ, ഈ 3 ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ ആ ഒറ്റ രജിസ്ട്രേഷൻ, ആ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ, പാസ്വേഡ് നമ്മൾ സൂക്ഷിച്ച് വെക്കുക, എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് വേണം, ഇതൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ക്ലിയർ ആയല്ലോ? ഇനിയോ ഫ്രീ ആയിട്ട് വന്നാലും വരുമാനം, പൈസ ഒന്നും കൊടുക്കാതെ ഫ്രീ ആയിട്ട് ഇതിലേക്ക് അസോസിയേറ്റ് ചെയ്താലും നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നോക്കൂ എങ്ങനെ. നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തല്ലോ, ഇത് നമ്മൾ പ്ലേ സ്റ്റോറിലേക്ക് കയറിയിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം അല്ലെ. സേവ് ആപ്പ് കമ്പനിയുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാം. സേവ് ആപ്പ് വളരെ ശ്രദ്ധിച്ചിട്ട് കേൾക്കണേ. സേവ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. നമുക്ക് ടോപ്പിൽ കാണാൻ വേണ്ടി പറ്റും, സേവ് ആപ്പ് മൈ പേഴ്സണൽ ആപ്പ്. ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്താ ചോദിക്കുക? രജിസ്ട്രേഷൻ ചെയ്ത സമയത്തുള്ള നമ്മുടെ ഫോൺ നമ്പർ, ആ സമയത്ത് കൊടുത്ത ഫോൺ നമ്പർ, പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഫീച്ചേഴ്സുകളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സാമ്പത്തിക അച്ചടക്കം പഠിക്കാനും പഠിപ്പിക്കാനും സപ്പോർട്ട് ചെയ്യുന്ന ഫീച്ചേഴ്സുകൾ, ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് വരുന്നവർക്ക്, പൈസ ഒന്നും കൊടുക്കാതെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നവർക്ക് എന്താണ്, 1 മാസം ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞാൽ പൈസ കൊടുക്കാം. അതിലേക്ക് ഞാൻ വരാം. പൈസ കൊടുത്തിട്ട് എങ്ങനെ പർച്ചേസ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഇവിടെ ഫ്രീ ആയിട്ട് വരുന്നവർക്ക് ജീവിതകാലം മുഴുവൻ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനും ഒരു പോക്കറ്റ് മണി എന്ന രീതിയിൽ മൊബൈൽ റീചാർജിലൂടെ വരുമാനമാക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ മറ്റുള്ളവരെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ അൺലിമിറ്റഡ് വരുമാനം. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ടല്ലോ? ഓ, ഇവിടെ മൊബൈൽ റീചാർജ് ചെയ്യുന്ന സെഷൻ കാണാൻ വേണ്ടി പറ്റും. നമുക്ക് ഇതിലൂടെ എത്ര റീചാർജ് വേണമെങ്കിൽ ചെയ്യാം, മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാം. എന്തോ ഓക്കെ എന്തോ റേഞ്ചിന് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല, ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഇവിടെ നോക്കൂ, നമുക്ക് റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ട്. നമുക്ക് ഇവിടെ കാണാം എയർടെൽ, BSNL, VI, ജിയോ. നമ്മൾ ഇത്രയും കാലം റീചാർജ് ചെയ്യാൻ ഉപയോഗിച്ചത് ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം വഴിയൊക്കെ റീചാർജ് ചെയ്യുമ്പോൾ എക്സ്ട്രാ ചാർജ് കൊടുത്തിട്ടുണ്ടല്ലോ. ഒരു 1.90 വെച്ചൊക്കെ അധിക ചാർജ് കൊടുത്തില്ലേ? കൊടുത്തിട്ടുണ്ടോ? ഒരു 1.90 അധിക ചാർജ് കൊടുത്തില്ലേ? എത്രയായി കൊടുക്കാൻ തുടങ്ങിയിട്ട്? പക്ഷെ പല ആൾക്കാർ ഇപ്പൊ ശ്രദ്ധിക്കാൻ തുടങ്ങിനി. 2-3 മാസമല്ലോ, 2-2.5 വർഷമായിട്ട് ഈ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ഒക്കെ എക്സ്ട്രാ ചാർജ് വാങ്ങുന്നുണ്ട്. സേവ് ആപ്പിലൂടെ നമ്മൾ റീചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ ചാർജ് കൊടുക്കണ്ട. ബെനിഫിറ്റ് നോക്കണേ, ആപ്ലിക്കേഷൻ നമ്മൾ ഫ്രീ ആയിട്ടാണ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. ഇതിലൂടെ റീചാർജ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ 1.90 2 രൂപ കൊടുക്കണ്ട. ഒന്നാമത്തെ ബെനിഫിറ്റ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുമോ ഇതാണോ ഒരു വലിയ കാര്യം? വലിയ കാര്യമാണ്.
നമ്മളെ വീട്ടിലുള്ള ഒരു 3, 4, 5 റീചാർജ് നടക്കുമ്പോൾ വെറുതെ 10 രൂപ കൊടുക്കണ്ടേ? നമ്മളെ മാത്രമല്ലല്ലോ, കേരളത്തിൽ തന്നെ എത്ര റീചാർജ് നടക്കുന്നുണ്ട്? ഇന്ത്യയിൽ ഒരു ദിവസം ഇൻറ്റു 1.90 കോടിക്കണക്കിന് റീചാർജ് നടക്കുന്നുണ്ട്. ഗൂഗിൾ പേയുടെ വരുമാന. പക്ഷെ ഗൂഗിൾ പേ കൊണ്ട് പോയിക്കോട്ടെ, നമുക്ക് പ്രശ്നമില്ല, നമ്മളെ കാര്യം നോക്കണ്ടേ? അപ്പൊ ഇവിടെ നമുക്ക് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ട ക്യാഷ് ബാക്ക്. ഓരോ റീചാർജിൽ സംതിങ് 50 പൈസ, 1 രൂപ, 2 രൂപ, 3 രൂപ, 4 രൂപ ഇങ്ങനെ ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ടാവും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ക്യാഷ് ബാക്ക് കൂടുതൽ കിട്ടുന്ന ആപ്പ് ഉണ്ടല്ലോ, അത് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. ഇവിടെ നമ്മുടെ കമ്പനി ഒരു ആപ്ലിക്കേഷൻ ഇറക്കുന്നത് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല, പക്ഷെ ഈ ഒരു ആപ്ലിക്കേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, ഫാസ്റ്റ് ആയിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് യൂട്ടിലിറ്റി സർവീസ് ആഡ് ചെയ്തു. പല റീചാർജ് കമ്പനിയുടെ ആപ്ലിക്കേഷനിലും 2500, 3500 പൈസയൊക്കെ ലോഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നിങ്ങൾ ഒരു പൈസയും കയറ്റണ്ട. പേയ്മെന്റ് ഗെറ്റ് വേ വഴി ഈസി ആയിട്ട് നമുക്ക് ഗൂഗിൾ പേയിലൂടെ റീചാർജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പൊ ബെനിഫിറ്റ് മനസ്സിലായല്ലോ, എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ട ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ ഇപ്പൊ നമുക്ക് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, കാരണം ഈ പേയ്മെന്റ് ഗെറ്റ് വേ ഡൗൺ ആക്കിയിട്ടുള്ളത് എന്തുകൊണ്ട്? ഇപ്പൊ റീചാർജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അല്ലെ? പല ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമുക്ക് 10-24ഓളം അഡീഷണൽ ഫീച്ചേഴ്സുകൾ കൂടി ഇതിലേക്ക് വരാൻ വേണ്ടി പോയാണ്. കറണ്ട് ബില്ല്, ഗ്യാസ്, ഫാസ്ടാഗ്, ട്രെയിൻ ടിക്കറ്റ്, ബസ് ടിക്കറ്റ്, ഫ്ലൈറ്റ് ടിക്കറ്റ്, ഇങ്ങനെയുള്ള 10-24ഓളം കാര്യങ്ങൾ ഈ യൂട്ടിലിറ്റിയിലേക്ക് വരാൻ വേണ്ടി പോവാ. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ആ പേയ്മെന്റ് ഗെറ്റ് വേ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് വളരെ പവർഫുൾ ആയിട്ട്, ഇതിനു മുമ്പ് നമ്മൾ എങ്ങനെ റീചാർജ് ചെയ്തിട്ടുണ്ടോ അതിനേക്കാൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഗൂഗിൾ പേ ഒക്കെ ചെയ്യുന്നതിനേക്കാൾ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിലൂടെ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇനി എങ്ങനെ വരുമാനം ഉണ്ടാക്കാം? ഇവിടെ തന്നെ താഴെ കാണാൻ വേണ്ടി ഒരു ഹോം സെന്ററിൽ റിപ്പോർട്ട് കാണുന്നില്ലേ? ഏറ്റവും റൈറ്റ് സൈഡ് താഴെ നോക്കും മോർ ബട്ടൺ. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ ഷെയർ എന്ന് പറഞ്ഞ് കാണാൻ വേണ്ടി പറ്റും. ഇതാ ഇവിടെ ഒരു ലിങ്ക് കിട്ടും. ഇത് ആരുടെ ലിങ്കാണ്? നിങ്ങളുടെ ലിങ്ക്. നിങ്ങൾ ഒരാളോടും ഒരു പൈസ പോലും വാങ്ങാതെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റൂ. ഒരു നിർബന്ധമില്ല. വരുമാനം വേണമെങ്കിൽ അയച്ചു കൊടുക്കുക ഫ്രീ ആയിട്ട്. ഒരാൾക്കും കൊടുത്തില്ല എന്ന് കരുതിയിട്ട് നമുക്ക് ഇതിൽ കമ്മീഷനോ ക്യാഷ് ബാക്ക് അതൊന്നും കിട്ടാതിരിക്കില്ല. റീചാർജിന്റെ കാര്യങ്ങൾക്ക് നമുക്ക് തരുന്നുണ്ടാവും. പക്ഷെ വരുമാനം വേണമെങ്കിൽ ഈ ഷെയർ ബട്ടന്റെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വാട്സപ്പിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, മെസ്സഞ്ചർ വഴിക്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ്, നമുക്ക് എത്ര പേർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുമോ? ലിമിറ്റ് ഇല്ല. എത്ര പേർക്ക് അയച്ചു കഴിഞ്ഞാലും അവരൊക്കെ വന്നിട്ട് എന്താ ചെയ്യുക? ഫ്രീ ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്നു. സേവ് ആപ്പ് ഉപയോഗിച്ച് മൊബൈൽ റീചാർജും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. അവർക്കും നമുക്ക് കിട്ടിയതുപോലെ തന്നെ ബെനിഫിറ്റ് ഉണ്ട്. എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ട, ക്യാഷ് ബാക്കും കിട്ടും. നമുക്ക് എന്താ ബെനിഫിറ്റ്? അതറിയണ്ടേ? നമ്മളെല്ലാം അവരെ പരിചയപ്പെടുത്തരുത്. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു 20 ലെവൽ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഹ്യൂജ് എമൗണ്ട് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. എന്താ 20 ലെവൽ കമ്മ്യൂണിറ്റി? നമ്മൾ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ 1, 2, 3, 4 ആൾക്കാർ, അത് എത്ര പേരായി കഴിഞ്ഞാൽ അത് 1ാമത്തെ ലെവൽ. അവരിലൂടെ റീചാർജ് നടക്കുന്നുണ്ടോ? അവർക്കില്ലേ ഫാമിലി? അവരുടെ ഫാമിലിയിലെ കുറച്ച് ആൾക്കാർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഷെയർ ചെയ്ത് കൊടുത്തൂടെ? അവർക്ക് ലിങ്ക് കിട്ടുമല്ലോ, അവരെ പേരിലെ ലിങ്ക്. അങ്ങനെ വരും നമ്മുടെ 2ാമത്തെ ലെവലിൽ കുറച്ചധികം ആൾക്കാർ വന്നിട്ടുണ്ടാവും ആപ്ലിക്കേഷൻ റീചാർജ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ഫ്രീ ആയിട്ടാണ്, ഒരാൾ പൈസയും കൊടുത്തില്ല ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം വരുന്ന ഒരു കമ്മ്യൂണിറ്റി. അങ്ങനെ 20 ലെവലുകളിൽ നമുക്ക് ഹ്യൂജ് എമൗണ്ട് ഏൺ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടാവും. ഇത് എല്ലാ മാസവും എല്ലാ ആൾക്കാരും റീചാർജ് ചെയ്ത് നമ്മൾ ആരും നിർബന്ധിക്കൊന്നും വേണ്ട. സാധനം വാങ്ങുന്ന് പറയുന്ന പോലെ നിർബന്ധിക്കൊന്നും വേണ്ട. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് വരുമാനം ഉണ്ടാക്കാനുള്ള മറ്റൊരു പ്ലാറ്റ്ഫോം ഏതാണ്? സേവ് കാർട്ട്. പ്ലേ സ്റ്റോറിൽ കയറിക്കൊള്ളുക, ഇൻസ്റ്റാൾ ചെയ്തുകൊള്ളാം. ആമസോണും ഫ്ലിപ്കാർട്ടൊക്കെ ഇൻസ്റ്റാൾ ചെയ്തില്ലേ? അതുപോലെ തന്നെ പൈസ ഒന്നും കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പൊ നമുക്കിവിടെ ഒരുപാട് പ്രൊഡക്റ്റും കാര്യം ഞാൻ പറഞ്ഞ ഷോർട്ട് ടൈം ആയിട്ടുള്ളൂ, ചെറിയ സമയമായിട്ടുള്ളൂ. പക്ഷെ അതിനുള്ളിൽ തന്നെ നല്ല നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകളൊക്കെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ കമ്പനിക്ക് പറ്റിയിട്ട്. അപ്പൊ ആവശ്യമുള്ള സമയത്ത് ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങുന്നതിന് പകരമായിട്ട് ഓൺലൈനായിട്ട് നമുക്ക് ഇത് സാധനം വാങ്ങാം. നിർബന്ധിത പർച്ചേസ്, മാസാമാസം വാങ്ങണം, അങ്ങനത്തെ കമ്പൽസറി കാര്യങ്ങളും ഒന്നും വരുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി. ഇനിയോ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. എങ്ങനെ? നേരത്തെ റീചാർജ് ചെയ്യാൻ വേണ്ടി ലിങ്ക് അയച്ചു കൊടുത്തില്ല, നമ്മൾ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തില്ലേ? അപ്പൊ അവർക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം, ഇതിലൂടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മൾ ഡയറക്റ്റ് പരിചയപ്പെടുത്തുന്ന വ്യക്തികൾ, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെടുത്തിയ സേവ് ആപ്പ് അവര് മൊബൈൽ റീചാർജും കാര്യങ്ങളോട് അതിലൂടെ ചെയ്യുന്നുണ്ടാവും. അവർക്ക് സേവ് കാർട്ട് നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക. എടാ ഡൗൺലോഡ് ചെയ്തോ, ഇൻസ്റ്റാൾ ചെയ്തോ, നിങ്ങളുടെ ഫോൺ നമ്പറും പാസ്വേഡും കൊടുത്താൽ മതി, ഇത് ഓപ്പൺ ആയിട്ട് വരുമല്ലോ. അങ്ങനെ നിങ്ങളൊരു ഫ്രണ്ട് ഇതിൽ കയറിയിട്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു ബാഗ് കണ്ടു, അവരൊരു ബാഗ് വാങ്ങുന്നു. എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ്, ബാഗ് ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. ഇതിലുള്ള എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് അത് കമ്പനി ഒന്ന് വിറ്റുപോയല്ലോ ഈ ആപ്ലിക്കേഷനിലൂടെ. അപ്പൊ നിങ്ങൾ ആ ഫ്രണ്ട് വാങ്ങുന്ന സമയത്ത് കമ്പനിക്ക് എത്ര രൂപ ലാഭം കിട്ടിയിട്ടുണ്ടോ ഈ സാധനം വിറ്റ് പോകുമ്പോൾ? അതിന് 20% നിങ്ങൾക്ക് റീചാർജിന്റെ ലെവലിംഗ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊന്നും ഇതിന്റെ മുകളിൽ ഒന്നുമല്ല. നമ്മൾ ഡയറക്റ്റ് പരിചയപ്പെടുത്താൻ 1, 2, 3, 10, 100 എത്ര പേരായി കഴിഞ്ഞാലും ഇതിലൂടെ സാധനം വാങ്ങുന്ന സമയത്തൊക്കെ ആജീവനാന്ത ഇൻകം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും. കമ്പനിക്ക് കിട്ടുന്ന ലാഭത്തിന്റെ 20% നമ്മൾ പോലും അറിയാതെ ഇങ്ങനെ വരുന്നുണ്ടാവും. ഇനിയോ ഹ്യൂജ് എമൗണ്ടിലേക്ക് എത്താൻ വേണ്ടി പറ്റും. എങ്ങനെ? ആ വരുന്ന ഫാമിലി അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന ആൾക്കാർ അവരെ ഫ്രണ്ട്സിലേക്ക് അല്ല അവരെ റിലേറ്റീവ് മറ്റുള്ള നാട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്യൂലേ? അങ്ങനെ വരുന്ന ഒരു 20 ലെവലുകളിൽ നിന്നും വളരെ വലിയ ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പൊ പവർഫുൾ ആണ്.
ഇനി നോക്കൂ, ഈ ആപ്ലിക്കേഷൻ സേവ് കാർട്ടിൽ വരുന്ന മറ്റൊരു പ്രോഡക്റ്റ് ആണ് സേവ് ആപ്രോ എക്സ്പെൻസ് ട്രാക്കർ. ശ്രദ്ധിച്ച് കേൾക്കണേ, 2000 രൂപ വില. ഒരു പക്ഷേ നിങ്ങളെ ഈ ഒരു സൂം മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്ത വ്യക്തി ഈ ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക. എടാ 1150 ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്, വാങ്ങിച്ചോ, നിനക്ക് 24,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞോ. അപ്പൊ നിങ്ങൾ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും ഇവനെ വട്ടാന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. പിന്നെ എന്നാലും ഒന്ന് കേട്ടോക്കാന്ന് കരുതിയിട്ടായിരിക്കും ചിലപ്പോൾ ഇതിലേക്ക് വന്നിട്ടുണ്ടാകുക. അപ്പൊ ശ്രദ്ധിച്ച് നോക്കുക, ഇവിടെ ഈ ഒരു കമ്പനി ആപ്ലിക്കേഷൻ എന്തിനാ ഇറക്കിയിരിക്കുന്നത്, ഇതിന്റെ ഉപയോഗം എന്താണ്, നമുക്ക് ഇതിലൂടെ എങ്ങനെ വരുമാനം കിട്ടും, കമ്പനിക്ക് എങ്ങനെ കൊടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യങ്ങൾ അറിയണ്ടേ. അപ്പൊ ഈ ഒരു ടൈം മുതൽ മീറ്റിംഗ് കഴിയുന്നവർ നിൽക്കുക, എന്നിട്ട് തീരുമാനിക്കുക. വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി, ഒരു കണ്ടീഷനും ഇല്ല. അപ്പൊ 2000 രൂപയാണ് ഈ ഒരു ആപ്ലിക്കേഷന് വില വരുന്നത്. ഇത് ലോഞ്ചിങ്ങിന്റെ ഭാഗമായിട്ട് അത് നമ്മുടെ സേവ് കാർട്ടിലൂടെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്. അപ്പൊ ഓഫർ പ്രൈസിൽ 1000 രൂപ ആപ്ലിക്കേഷൻ വില, 150 രൂപ GST, അങ്ങനെ ടോട്ടൽ 1150 രൂപ നമുക്കിപ്പോ ആപ്ലിക്കേഷൻ വാങ്ങാൻ വേണ്ടി പറ്റും. ആഡ് ടു കാർട്ടിലൊക്കെ കൊടുത്തിട്ട് വാങ്ങാം. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോട്ടലി കോംപ്ലിക്കേറ്റഡ് ആകണ്ട കേട്ടോ, ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത വ്യക്തിക്ക് ഒരു ഗൂഗിൾ പേ ഒരു 1150 അയച്ചു കൊടുക്കുക, ഒരെണ്ണം മതിയെങ്കിൽ. ഇനി 2 എണ്ണം വേണമെങ്കിൽ 2360 അയച്ചു കൊടുക്കുക. അപ്പൊ അതിനനുസരിച്ച് അവർ പർച്ചേസ് ചെയ്യുന്നുണ്ടാവും. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് അവർ പറയും പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യും. കാരണം എല്ലാം പ്ലേ സ്റ്റോറിൽ ഇതുപോലെ തേർഡ് പാർട്ടി എന്താ പറയുക ലിങ്ക് വഴി കയറിയിട്ട് APK വഴി അങ്ങനെ അതൊന്നല്ല. അപ്പൊ നമ്മൾ സേവ് ആപ്പ് പ്രോ എടുക്കണം. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആദ്യം ചോദിച്ചില്ല രജിസ്ട്രേഷൻ ഫോൺ നമ്പർ പാസ്വേഡ് കൊടുത്ത് ഓപ്പൺ ആയിട്ട് വരും. ശ്രദ്ധിച്ച് കേൾക്കണേ, ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ 1150 രൂപ കൊടുത്ത് വാങ്ങിച്ച് എന്തിന്, ഗെയിം കളിച്ച് നേരം കളയാനോ അല്ലെങ്കിൽ റീൽസ് കണ്ടിട്ട് നേരം കളയാനോ ഉള്ളതല്ല, നമ്മളെ ജീവിതത്തിൽ സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഫീച്ചേഴ്സുകൾ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ജോലി ചെയ്തിട്ട് ബിസിനസ് ചെയ്യുന്നത് വരുമാനം കിട്ടുന്നുണ്ട്, മതി. നിങ്ങൾ സേവ് ആപ്പ് ബിസിനസ് ചെയ്യാൻ ഒരു കണ്ടീഷനും ഒരു നിർബന്ധവും ഇല്ല. ഈ ഒരു ആപ്ലിക്കേഷൻ വാങ്ങിച്ചു എന്ന് കരുതിയിട്ട് നിങ്ങളിത് വാങ്ങിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനങ്ങൾ ഈ റെസിപ്റ്റിൽ എൻ്റർ ചെയ്ത് കൊടുത്തുകൂടെ. നിങ്ങൾക്ക് ഒരു ബുക്കിലോ പേപ്പറിലോ എഴുതുന്നതിന് പകരത്തെ റെസിപ്റ്റിൽ കൊടുക്കുക. പേയ്മെന്റ്സിലെ ചെലവുകൾ, കയ്യിൽ നിന്ന് 1 രൂപ ചെലവായി പോകുന്നത് അത് എങ്ങോട്ടാണെന്ന് കൃത്യമായിട്ട് നമ്മൾ പേയ്മെന്റ്സിൽ കൊടുക്കുക. ചെയ്ത് വെച്ചിട്ടില്ല. ഇതിനു മുമ്പ് നമ്മളെ പൂർവികർ വീട്ടിലെ പ്രായമുള്ള ആൾക്കാർക്ക് ചെയ്തില്ല. പണ്ട് കാലങ്ങളിൽ ബുക്കിലോ ഡയറിയിലൊക്കെ എഴുതി സൂക്ഷിക്കുന്നുണ്ടാവും ചെലവായി പോകുന്ന പൈസകൾ. വീട്ടിലേക്ക് പാല് വാങ്ങുന്ന സമയത്ത് അത് ചെലവുകളാണ്, ചെലവാകുന്നത് നോട്ട് ചെയ്ത് വെക്കും ബുക്കിലും പേപ്പറിലൊക്കെ. മത്സ്യം വാങ്ങുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പേപ്പർ ബുക്കൊക്കെ എടുത്തു കളഞ്ഞ് നമ്മൾ ഡിജിറ്റൽ ആയിട്ട് തന്നെ സ്റ്റോർ ചെയ്ത് കൊടുക്കുക. ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് പഠിപ്പിച്ചിരുന്നത്. രാവിലെ കയറിയിട്ട് ചോദിച്ചാൽ മതി, പഠിപ്പിച്ചു തരും. ഇന്റഗ്ര അക്കാഡമിയിൽ ട്രെയിനിങ് സെഷൻ ഉണ്ട്. അതല്ലാണ്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ വാങ്ങിച്ചോ വിട്ടോ എന്ന് പറഞ്ഞാൽ പറഞ്ഞേക്കൊന്നും ചെയ്യില്ല. അപ്പൊ നമ്മൾ ഡെയിലി ഉപയോഗിച്ചു വരുന്ന സമയത്ത് ഒരു 40-45 ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരു സാമ്പത്തിക അച്ചടക്കം പഠിപ്പിച്ചിരുന്നു. നമ്മൾ അതിലേക്ക് എത്തുന്നുണ്ടാവും. കിട്ടുന്ന വരുമാനം 10,000 അല്ല 15,000 എത്ര ആയിക്കോട്ടെ, അതിൽ നിന്ന് സേവിങ്സിലേക്ക് എത്തിക്കുന്നുണ്ടാവും. ഇപ്പൊ നമുക്ക് ചെലവുകൾ കൂടി കൺട്രോൾ ചെയ്യാനും പറ്റില്ല. അപ്പൊ നമ്മൾ സപ്പോർട്ട് അതിലേക്ക് എത്തിക്കുന്നുണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട്. മനസ്സിലായല്ലോ? അങ്ങനെയുള്ള ഒരു ആപ്ലിക്കേഷൻ വാങ്ങാൻ വേണ്ടി നമ്മൾ എത്ര പൈസ കൊടുത്തേ ഒരു ആപ്ലിക്കേഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് 1150 രൂപ. ഇനി വരുമാനം തരും കമ്പനി. ഇങ്ങനെ ആപ്ലിക്കേഷൻ വാങ്ങുന്നവർക്കും കമ്പനി വരുമാനം കൊടുക്കും. എത്ര കൊടുക്കും? നേരത്തെ നിങ്ങളെ ഫ്രണ്ട് പറഞ്ഞ പോലെ 24,000 രൂപ വരും. ഇവനെ വട്ടാന്ന് പിന്നെ ഇതിനു മുമ്പ് പല കമ്പനികളും വന്നിട്ടുണ്ട്, പല ആപ്ലിക്കേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നവര് നിങ്ങൾ ഇറങ്ങി പോവാതെ ഒന്ന് കേൾക്ക്. ഈ ഒരു പ്രോഗ്രാം നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ ഇത് ക്ലോസ് ചെയ്ത് സേവ് പ്രൊവൈഡ്. അപ്പൊ ശ്രദ്ധിക്കണേ, 1000 രൂപ പ്ലസ് GST 1150 കൊടുത്ത് നമ്മുടെ പേരിൽ ഒരു ആപ്ലിക്കേഷൻ വാങ്ങുമ്പോൾ 24,000 രൂപ എങ്ങനെ തരുന്നു? 3 ഓട്ടോ പോളിലൂടെ കമ്പനി തരും. ഫസ്റ്റ് ഓട്ടോ പോളിംഗം 1000 രൂപ. സെക്കൻഡ് ടോപ്പിൽ നോക്കണം കേട്ടോ, ഞാൻ പറയുന്നത് അതിനനുസരിച്ച് നോക്കി പോണേ. സെക്കൻഡ് ഓട്ടോ പോളിംഗം 3000 രൂപ. തേർഡ് ഓട്ടോ പോളി 20,000 രൂപ. അങ്ങനെ 3 ഓട്ടോ പോളിലൂടെ ഒരു സിംഗിൾ ലൈൻ ഗ്ലോബൽ ഓട്ടോ പോളി ഉണ്ടാവും. 24,000 രൂപ കൊടുക്കും. ആർക്ക് കൊടുക്കും? ആപ്ലിക്കേഷൻ വാങ്ങിച്ചു വരുന്ന എല്ലാ വ്യക്തികൾക്കും കൊടുക്കും. ഒരാളും മാറ്റി നിർത്തൂല, എല്ലാവർക്കും കിട്ടും. ഈ ഒരു ഇൻകം കിട്ടാൻ വേണ്ടി നിങ്ങൾ ആൾക്കാരെ ചേർക്കാനോ പഠിക്കാനോ പറിക്കാനോ ചാക്കിലാക്കുക അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനൊന്നും നമ്മൾ പോകേണ്ട ഒരാവശ്യമില്ല. ആപ്ലിക്കേഷൻ വാങ്ങിച്ചാൽ മാത്രം മതി. കഴിഞ്ഞ ഡിസംബർ 18-ാം തീയതി മുതൽ ഏകദേശം 6 മാസം മുമ്പ് മുതൽ പ്ലേ സ്റ്റോറിലേക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അന്ന് മുതൽ ആപ്ലിക്കേഷൻ വാങ്ങുന്ന ആൾക്കാരെ കമ്പനി എന്ത് ചെയ്യുന്നു? കമ്പനിയുടെ ഒരു സിംഗിൾ ലൈനിലേക്ക് ആഡ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ തന്നെ ഒരു ഉദാഹരണം എടുത്തു. നിങ്ങളാണ് ഡിസംബർ മാസം 18-ാം തീയതി ആപ്ലിക്കേഷൻ വാങ്ങിച്ച ആദ്യത്തെ വ്യക്തി എന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ പറ്റി വിചാരിക്കാം. 1150 ആപ്ലിക്കേഷൻ വാങ്ങിക്കുന്നു. കമ്പനി നിങ്ങളെ ക്യൂലേക്ക് ആഡ് ചെയ്യും. പവർഫുൾ ആയിട്ട് ആപ്ലിക്കേഷൻ തന്ന നിങ്ങളെ ക്യൂലേക്ക് ആഡ് ചെയ്തതിന്റെ നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ ഒരാളോട് ഷെയർ ചെയ്തിട്ട് നിങ്ങൾ വീട്ടിലുള്ള നിങ്ങളെ വൈഫോ അല്ലെങ്കിൽ ഹസ്ബൻഡ് വരെ അറിഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോൾ ആപ്ലിക്കേഷൻ വാങ്ങിച്ച കാര്യം. പക്ഷെ കമ്പനി നിങ്ങൾ ഒന്നാമതായിട്ട് ക്യൂലേക്ക് ആഡ് ചെയ്തു സിംഗിൾ ലൈനിലേക്ക്. അതിനുശേഷം ഞാൻ വരുന്നു എന്ന് കരുതിക്കോ. ഞാനൊരു ആപ്ലിക്കേഷൻ ഞാൻ തമ്മിൽ ഒരു പരിചയമില്ല, ഞാൻ വേറെ എവിടെ നിന്ന് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് പ്ലേ സ്റ്റോറിലെ ആപ്ലിക്കേഷനില്ല, ഞാൻ പർച്ചേസ് ചെയ്യുന്നു. അപ്പൊ ഞാൻ കമ്പനിയുടെ ഒരു ആപ്ലിക്കേഷൻ 1150 വാങ്ങുന്ന സമയത്ത് കമ്പനി രണ്ടാമതായിട്ട് എന്നെ ക്യൂലേക്ക് ആഡ് ചെയ്യും. സിംഗിൾ ലൈനിൽ രണ്ടാമത്.
ഓക്കെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, രണ്ട് ആൾക്കാർ വന്നു, രണ്ട് ആപ്ലിക്കേഷൻ കമ്പനിയിൽ നിന്ന് പോയി. ഇവിടെ ആൾക്കാരെ ചേർത്തി പോകുന്നില്ലെന്ന് ഞാൻ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഈ രണ്ടാമത് വന്നില്ല, ഞാനൊരു ആപ്ലിക്കേഷൻ വാങ്ങിച്ചത്. ഇത് വാങ്ങിച്ച ഉടനെ നമുക്കൊരു സാധനം കിട്ടിയാൽ അപ്പൊ തന്നെ ഓപ്പൺ ചെയ്ത് നോക്കുമല്ലോ അല്ലെ. ഇത് കിട്ടിയ ഉടനെ ഞാൻ ഓപ്പൺ ചെയ്യുന്നു, പേയ്മെന്റ്സ് റെസിപ്റ്റ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എനിക്ക് കാര്യം മനസ്സിലായി, പവർഫുൾ ആണ്. ഒരു ആപ്ലിക്കേഷൻ വാങ്ങിച്ച് 24,000 രൂപയും കമ്പനി തരും. പിന്നെന്താ വേണ്ടേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ ഭാര്യയുടെയും മക്കളെയും പേരിലൊക്കെ ആയിട്ട് ഒരു 3-4 ആപ്ലിക്കേഷൻ, കാരണം ഭാര്യയുണ്ട് 3 മക്കളും ഉണ്ട്, 3 മക്കളെ പേരിലായിട്ട് 3 ആപ്ലിക്കേഷൻ വാങ്ങുന്നു. പക്ഷെ എന്റെ പേരിൽ ഞാൻ കൂടുതൽ ആപ്ലിക്കേഷൻ വാങ്ങിച്ചു, ഏകദേശം ഒരു 4 ആപ്ലിക്കേഷൻ വാങ്ങിച്ചു എന്ന് കരുതിക്കോ. അപ്പൊ ഇവിടെ ഒരു വ്യക്തി വന്നു അല്ലെ, ഒന്നാമത്തെ വ്യക്തി വന്നു, അതിനുശേഷം 4 ആപ്ലിക്കേഷൻ കമ്പനി വിറ്റുപോയി. പോയിന്റ് മനസ്സിലായല്ലോ? ഇവിടെ 4 ആള് വന്നിട്ടില്ല, 4 ആപ്ലിക്കേഷൻ വിറ്റുപോയി. കാരണം കൂടുതൽ ആപ്ലിക്കേഷൻ വാങ്ങാലോ. ഇപ്പൊ നിങ്ങൾക്ക് 3, 4, 5, 10 ആപ്ലിക്കേഷൻ വേണമെന്ന് പറയുമ്പോൾ വാങ്ങിക്കാതിരിക്കാൻ കമ്പനി അതിന് ഇതൊന്നും വെച്ചില്ല, 10 വരെ വാങ്ങാന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൂടുതൽ ആപ്ലിക്കേഷൻ വിറ്റുപോയി. 4 വിറ്റുപോയാൽ മതി. സീനിയോറിറ്റിയിൽ ആദ്യമുള്ള വ്യക്തി, ക്യൂവിൽ ആദ്യം വന്നുള്ള വ്യക്തിക്ക് 1000 രൂപ കൊടുക്കും. നിങ്ങൾ ഒരു വർക്ക് ഒരു പണിയും ചെയ്തില്ല, ഒരാളോട് പറഞ്ഞിട്ടുമില്ല. സംഭവം മനസ്സിലായല്ലോ? 4 ആപ്ലിക്കേഷൻ കമ്പനി നിന്ന് വിറ്റുപോയി, സീനിയോറിറ്റിക്ക് അനുസരിച്ച് ആദ്യമുള്ള വ്യക്തിക്ക് 1000 രൂപ കൊടുക്കും. വീണ്ടും 4 സൈവാപ്രോ കമ്പനിയിൽ നിന്ന് വിറ്റു വന്നു. ലോകത്തിൽ എവിടെ നിന്ന് വേണമെങ്കിൽ ആൾക്കാർ വാങ്ങിച്ചാൽ മതി. പ്ലേ സ്റ്റോറിലെ ആപ്ലിക്കേഷൻ ആണ്, പവർഫുൾ ആണ്, മണി മാനേജ്മെന്റ് ആണ് പഠിപ്പിക്കുന്നത്. 4 ആപ്ലിക്കേഷൻ കമ്പനിയിൽ നിന്ന് വിറ്റു വന്നു. നെക്സ്റ്റ് ക്യൂവിൽ ആരാ വെയിറ്റിംഗ് ഉള്ളത്, അവർക്ക് 1000 രൂപ കൊടുക്കും. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പൊ 4 ആപ്ലിക്കേഷൻ കമ്പനി നിന്ന് വിറ്റുപോയാൽ മതി, നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിലും. കാരണം ഇതിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരിലൂടെ ഇത് മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്. ഡെയിലി ദിനം പ്രതി ഒരുപാട് ആപ്ലിക്കേഷൻ വിറ്റ് പോകുന്നുണ്ട്. അപ്പൊ 4 കമ്പനി നിന്ന് വിറ്റ് പോകുമ്പോൾ ഈ ക്യൂ സിസ്റ്റത്തിലേക്ക് വന്നില്ല. ആദ്യം വന്നുള്ളവർക്ക് ഈ ഒരു ഇൻകം കൊടുത്തുകൊണ്ടേയിരിക്കും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഞാനിപ്പോ 2 മാസം കഴിഞ്ഞിട്ട് എടുക്കുന്നത്, അല്ലെ ഒരു 6 മാസം കഴിഞ്ഞിട്ട് എടുക്കുന്നത്, അതിനുശേഷം ആൾക്കാരൊന്നും എടുക്കാനില്ല, പിന്നെ ഇത് എങ്ങനെ കൊടുക്കുക? ഒരാൾ വന്നിട്ട് 4 ആപ്ലിക്കേഷൻ കമ്പനിയിൽ നിന്ന് വിറ്റുപോയാൽ ഇത് കൊടുക്കാൻ വേണ്ടി പറ്റുമോ? ഏറ്റവും അവസാനം വന്നു കഴിഞ്ഞാൽ എങ്ങനെ? നമ്മൾ പല സ്ഥലങ്ങളിൽ പൈസ പോയിട്ടുള്ളതാണ്, ഏറ്റവും അവസാനം വരുന്നവർക്ക് ക്യാഷ് ഇല്ല. ഇവിടെ നോക്കൂ, ഇതിൽ ക്യൂ സിസ്റ്റത്തിൽ ആദ്യം വന്നുള്ള വ്യക്തിക്കും ഏറ്റവും അവസാനം ആരാണോ ആപ്ലിക്കേഷൻ വാങ്ങിച്ച് ക്യൂയിലേക്ക് കടന്നു വരുന്നത് ആ ഒരു വ്യക്തിക്കും കിട്ടുന്ന രീതിയിലാണ് കമ്പനി ഇതിന്റെ ഓട്ടോപോൾ സെറ്റ് ചെയ്ത് വെച്ചുള്ളത്. കാരണം ഇതാരെ പ്രൊജക്റ്റാണ് നമ്മൾ കേൾക്കുന്നത്? മിസ്റ്റർ രാമചന്ദ്രൻ പാലിശ്ശേരി സാർ 38 വർഷമായി പണി തുടങ്ങിയിട്ട്. എന്ത് പണി? IT മേഖലയിൽ ഒരുപാട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് MLM കമ്പനികൾക്ക് വരെ വളരെ എന്താ പറയുക സക്സസ്ഫുള്ളി വിജയിച്ചു പോലുള്ള കമ്പനികളും പരാജയപ്പെട്ടുള്ള കമ്പനി, ഇതൊക്കെ നേരിട്ട് കണ്ടറിഞ്ഞിട്ടുള്ള വ്യക്തി. അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് ഒരു പേടിയും വേണ്ട, ഒരു തരത്തിൽ നമ്മളെ പൈസ പോകില്ല. ഇവിടെ ഏറ്റവും ആദ്യം ആപ്ലിക്കേഷൻ വാങ്ങിച്ചു വരുന്ന വ്യക്തിക്കും ഏറ്റവും അവസാനം ക്യൂവിൽ ആരാണോ വരുന്നത് ആ ഒരു വ്യക്തിക്കും കിട്ടുന്ന രീതിയിലാണ് കമ്പനി ഇതിന്റെ ഓട്ടോപോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷെ സീനിയോറിറ്റി പ്രധാനമാണ്. നാളെ മറ്റന്നാൾ 1 മാസം 2 മാസം അതൊക്കെ നമ്മുടെ ഇഷ്ടം. പക്ഷെ നമ്മൾ ഈ നാളെ മറ്റന്നാൾ എന്നല്ല, ഇന്ന് രാത്രിക്കത്തെ മീറ്റിംഗ് കൂടി കേൾക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ ക്യൂയിലേക്ക് ആൾക്കാർ ഇങ്ങനെ കയറി വരും. ഓക്കെ ആണോ? പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്ന മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ എടുത്തോ, കയറി നിന്നേക്കണം. അങ്ങനെ ഓട്ടോപോൾ ഫസ്റ്റ് ഓട്ടോപോളിങ് 1000 രൂപ കിട്ടി. സംഭവം മനസ്സിലായല്ലോ? ഇനിയോ 1000 രൂപ കിട്ടുന്ന ആൾക്കാർ സെക്കൻഡ് പൂളിലേക്ക് ആഡ് ചെയ്യും. അവിടെ 3000 രൂപ കമ്പനി കൊടുക്കുന്നത്, രണ്ടാമത്തെ പൂള് 3000 രൂപ. നിങ്ങൾ അവിടെയും വർക്കൊന്നും ചെയ്യണ്ട. 1000 രൂപ വാങ്ങിച്ചുകൊണ്ട് ഓരോ ആൾക്കാരും രണ്ടാമത്തെ പൂളിലേക്ക് ഏടായി വന്നിട്ട് അവിടെ 8 പേരായാൽ മതി. വെറും 8 പേര് 3000 വാങ്ങിച്ചിട്ടുള്ള 8 പേരാവുന്നു. അവിടെ സീനിയോറിറ്റിക്ക് അനുസരിച്ച് 3000 രൂപ. വീണ്ടും 1000 രൂപ വാങ്ങിച്ചിരുന്ന 8 പേര് രണ്ടാമത്തെ പൂളിലേക്ക് കടന്നു വരുന്നു. സീനിയോറിറ്റിക്ക് അനുസരിച്ച് നെക്സ്റ്റ് എന്താണ് ആരാ ഉള്ളത് അവർക്ക് 3000 രൂപ കൊടുക്കും. മനസ്സിലായല്ലോ? തേർഡ് പൂളിലേക്ക് കിടക്കും. 3000 രൂപ വാങ്ങിച്ചിട്ടുള്ള ആൾക്കാർ പിന്നെ അവിടെ വെയിറ്റ് ചെയ്യേണ്ട, തേർഡ് പൂളിലേക്ക് ഏടാന്നുള്ള അവിടെ 20,000 രൂപയാണ് നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. 16 പേരായാൽ മതി. വെറും 16 പേര് 3000 രൂപ വാങ്ങിച്ചുള്ള 16 പേര് തേർഡ് പൂള് കംപ്ലീറ്റ് ആവുന്നു. സീനിയോറിറ്റിക്ക് അനുസരിച്ച് 20,000. മനസ്സിലാവുന്നുണ്ടോ? ഈ വ്യക്തിക്ക് 20,000 കൊടുക്കുന്ന ടൈമിൽ പോലും ആൾക്കാർ ഇടിച്ച് കയറുന്നുണ്ടാകും തേർഡ് പൂളിലേക്ക് 3000 വാങ്ങിച്ചിട്ടുള്ള ആൾക്കാർ. അപ്പൊ 16 പേര് വരുന്നു. വീണ്ടും നെക്സ്റ്റ് 20,000 വാങ്ങിച്ചിട്ട് തൊട്ട് താഴെ സീനിയോറിറ്റിയിൽ ആരാ ഉള്ളത് അവർക്ക് 20,000 കൊടുക്കും. അപ്പൊ ഇതാണ് സിസ്റ്റം. സീനിയോറിറ്റി മനസ്സിലായല്ലോ? ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ക്യൂലേക്ക് കയറി കഴിഞ്ഞാൽ 1000, 3000, 20,000 ആ സിംഗിൾ ലൈനോട് ഫാസ്റ്റ് ആയി നമുക്ക് കിട്ടുന്നുണ്ടാവും സീനിയോറിറ്റിക്ക് അനുസരിച്ചിട്ട്. ഡിലേ ആയി കഴിഞ്ഞാലോ വളരെ സാവധാനത്തിൽ നമുക്ക് മുമ്പേ വന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഓട്ടോപോൾ 1000 കൊടുത്തു. അത് കഴിഞ്ഞ് അങ്ങനെ ആയിരിക്കും നമുക്ക് ലേറ്റ് ആകുന്നുണ്ടാവുക. അപ്പോൾ ഒരു കാരണവശാലും ഒരു നിർബന്ധമില്ല നിങ്ങൾ ഇത് വാങ്ങണം പർച്ചേസ് ചെയ്യണം. നിങ്ങൾക്ക് ഓക്കെ ആണോ പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് വാങ്ങിക്കുക. കമ്പനി ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ ക്യൂയിലേക്ക് ആഡ് ചെയ്യും. അങ്ങനെ 24,000 രൂപ കിട്ടുന്ന സമയത്ത് കമ്പനി വേറൊരു പാക്കേജ് ഫ്രീ ആയിട്ട് അങ്ങ് തരും. സേവ് ആപ്പ് ഉണ്ടല്ലോ, നമ്മുടെ സേവ് ആപ്പ് 2021 വന്നുള്ള ആപ്ലിക്കേഷൻ. ആ ഒരു ആപ്ലിക്കേഷൻ പൈസ കൊടുത്ത് വാങ്ങണമെങ്കിൽ 4,719 രൂപ വരും. അങ്ങനെ 4,719 × 3 14,157 ഒരു ഫാമിലി പാക്കേജ്, ഒരു കോംബോ സെറ്റ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരും. ലൈഫ് ടൈം ഈ 3 ആപ്ലിക്കേഷൻ നിങ്ങളെ 3 ഫോണിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പ്രോ പോലെ അല്ലല്ലോ, 16ഓളം ഫീച്ചേഴ്സുകൾ അതിനകത്ത് വരുന്നുണ്ട്. ഇനിയോ നിങ്ങൾക്ക് ബിസിനസ് ചെയ്ത് വരുമാനം ഉണ്ടാക്കണമെങ്കിൽ അതിലുള്ള ഓപ്പർച്യൂണിറ്റി കമ്പനി അവിടെ തന്നിട്ടുണ്ട്. വർക്കിംഗ് ഐഡിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
ഇനി ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ല, വർക്ക് ചെയ്യാനൊന്നും താല്പര്യമൊന്നുമില്ല, കുഴപ്പമില്ല. ഒരു ഗ്ലോബൽ ഓട്ടോ പോളിംഗ് സിംഗിൾ ലൈൻ ഗ്ലോബൽ ഓട്ടോ പോളിംഗ് ഒരു 3,12,000 രൂപ ആർക്ക് കിട്ടുന്നു? ആ ഒരു ഫാമിലി പാക്കേജിലൂടെ കമ്പനി കൊടുക്കുന്നുണ്ടാവും. മനസ്സിലായല്ലോ? അപ്പൊ 1,150 രൂപക്ക് ആപ്ലിക്കേഷൻ വാങ്ങിച്ചു വരുന്ന വ്യക്തിക്ക് 24,000 പ്ലസ് ഒരു ഫാമിലി പാക്കേജ്, അതിലൂടെ ഗ്ലോബൽ ഓട്ടോ പോളിംഗ് 3,12,000 രൂപ സീനിയോറിറ്റിക്ക് അനുസരിച്ചിട്ട്. അപ്പൊ മനസ്സിലാക്കണം, ഇവിടെ നമുക്ക് വേണമെങ്കിൽ 10 എണ്ണൊക്കെ വാങ്ങാന്ന് കമ്പനി പറഞ്ഞിട്ട് നിർബന്ധമായിട്ട് 10 എണ്ണം വാങ്ങണമെന്ന് പറഞ്ഞില്ല. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ക്യാഷ് ഉണ്ടെങ്കിൽ 10 എണ്ണം വാങ്ങാം, ഇനി അല്ലെങ്കിൽ ഒരെണ്ണം മതിയെങ്കിൽ ഒരെണ്ണം, 2 എണ്ണം മതി 2 എണ്ണം. ഇത് നമ്മൾ 10 എണ്ണം എന്തിനാ വാങ്ങുന്നത്? കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും 10 എണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ. കാരണം ക്യൂലേക്ക് ഒരുമിച്ച് വരുന്നുണ്ടാവും. അപ്പോ ക്യൂല് അല്ലെ ഒരെണ്ണാണെങ്കിൽ 1000 കിട്ടും, 2 എണ്ണം നമ്മൾ വാങ്ങിച്ച് ഒരുമിച്ച് ക്യൂലേക്ക് 1000 വെച്ച് കിട്ടും. അങ്ങനെ ഒരുമിച്ച് 10,000 കിട്ടുന്നുണ്ടാവും, ഒരുമിച്ച് 30,000 കിട്ടുന്നുണ്ടാവും, ഒരുമിച്ച് 20,000 ഇൻറ്റു 10 എണ്ണം വാങ്ങുന്ന സമയത്ത് 2 ലക്ഷമൊക്കെ കിട്ടുന്നുണ്ടാവും. ഈ 10 എണ്ണം വാങ്ങിച്ചാൽ ആപ്ലിക്കേഷൻ റീറ്റെയിൽ ചെയ്തുകൊണ്ട് ക്യാഷ് വേണമെങ്കിൽ ഉണ്ടാക്കാം. എങ്ങനെ റീറ്റെയിൽ ചെയ്യാം? നമ്മുടെ ബിസിനസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് അല്ലെ അവരൊക്കെ മറ്റുള്ള ജോലി ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്, വരുമാനം കിട്ടുന്നുണ്ട്. പക്ഷെ ഇതിലൂടെയുള്ള വരുമാനം അവർക്ക് താല്പര്യം ഇല്ലാന്ന് വിചാരിക്കുക. ആപ്ലിക്കേഷൻ കൊടുത്തോ, നിങ്ങളുടെ പേരിൽ വാങ്ങിച്ച ആപ്ലിക്കേഷൻ ഒരു 1,500 രൂപക്കോ 1000 രൂപക്കോ 500 രൂപക്കോ നിങ്ങൾ കൊടുത്തോ, ക്യാഷ് വാങ്ങിച്ചോ, അവർക്ക് പൈസക്ക് കൊടുത്തു എന്ന് എഴുതിയിട്ട്, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുത്തോ, ഫ്രീ ആയിട്ട് കൊടുത്തു എന്ന് എഴുതിയിട്ട് ഈ ക്യൂലേക്കൊന്നും ആരും കയറി വരൂല. അപ്പൊ ഒരേ ആപ്ലിക്കേഷൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ പോളിംഗ് 1000 ആണെങ്കിൽ 10 എണ്ണം വാങ്ങുന്ന സമയത്ത് ഒരുമിച്ചിട്ട് 10,000 കിട്ടുന്നുണ്ടാവും. ഇനി 2 എണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ 2,000 കിട്ടുന്നുണ്ടോ ഒരുമിച്ചിട്ട്. കാര്യം മനസ്സിലായല്ലോ? അപ്പൊ മാക്സിമം 10 എണ്ണം വരെ നമുക്ക് ഫസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്ത് വരുന്ന സമയത്ത് വാങ്ങിക്കാന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ട്. അത് റീറ്റെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അത് റീറ്റെയിൽ ചെയ്യും വേണം, വെറുതെ വാങ്ങിച്ചാടെ വെച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ? ഇനിയോ, ഒരാളെ പോലും റെഫർ ചെയ്തില്ലെങ്കിലും ഈ ഒരു ഓട്ടോ പോൾ കിട്ടും. ഇനി ആൾക്കാരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാലോ പിന്നെ തിരിഞ്ഞു നോക്കണ്ട, സെറ്റ്. നോക്കിക്കോ, റെഫറൽ ബോൺസ് ഒന്നാമത്തേത്. നമ്മൾ പരിചയപ്പെടുത്തുന്ന വ്യക്തികൾ, അത് 1, 2, 3, 10, 100 എത്ര പേരായി ആയിക്കോട്ടെ, അവർ ഈ ഒരു ആപ്ലിക്കേഷൻ വാങ്ങുന്ന സമയത്ത് ഇൻറ്റു 100 രൂപ 100 രൂപ 100 രൂപ വെച്ച് ചെറിയൊരു എമൗണ്ട് അല്ലെ, പക്ഷെ അതിനുള്ള കച്ചവടം നമ്മൾ ചെയ്തിട്ടുള്ളൂ. 1000-ന്റെ ഒരു ആപ്ലിക്കേഷൻ വിറ്റ് 100 രൂപ നമുക്ക് കിട്ടി. അപ്പൊ ലിമിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ദിവസം 10 ഒരാളോട് പറഞ്ഞു, അയാൾ 10 എണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 1000 രൂപ കിട്ടി. ഇനി 10 ആളോട് പറഞ്ഞിട്ട് 10 ആൾക്കാർ ആപ്ലിക്കേഷൻ വാങ്ങിച്ചു കഴിഞ്ഞാലും 1000 കിട്ടുന്നുണ്ടാവും. അപ്പൊ ലിമിറ്റ് ഇല്ല, നമ്മൾ തീരുമാനിക്കുന്നത് എത്ര പേർക്ക് കൊടുക്കണമെന്നുണ്ട്. റെഫറൽ ബോൺസ് 100 രൂപ വെച്ച് കിട്ടും. ഇനി രണ്ടാമത് ലെവലിംഗ്, നമ്മൾ പരിചയപ്പെടുന്ന വ്യക്തി അത് ഒരാളാണെങ്കിൽ പോലും, ഇപ്പൊ ഒറ്റ ഒരാളോട് പറഞ്ഞാൽ അവരൊരു ആപ്ലിക്കേഷൻ വാങ്ങിച്ചു, ആ ഒരു വ്യക്തി അവരുടെ ഫാമിലിയിലേക്ക് കൊടുക്കുമ്പോൾ കുറച്ച് ആൾക്കാർ ആപ്ലിക്കേഷൻ വാങ്ങിച്ചു നമ്മുടെ രണ്ടാമത്തെ ലെവൽ വരുന്ന ആൾക്കാർ ആപ്ലിക്കേഷൻ വാങ്ങിച്ച് വരുന്നു. അങ്ങനെ 3ാമത്തെ ലെവൽ, 4ാമത്തെ, 5ാമത്തെ, അങ്ങനെ 20 ലെവലുകൾ ഹ്യൂജ് എമൗണ്ട് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് നമ്മൾ റെഫർ ചെയ്യുന്ന വ്യക്തികൾ മറ്റുള്ളവർ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രം അല്ലെ. ഇനി അവർ പരിചയപ്പെടുത്തിയിട്ടില്ലെങ്കിലോ, ഒരാളോട് പറഞ്ഞില്ലെങ്കിലും ആപ്ലിക്കേഷൻ വാങ്ങുന്ന വ്യക്തി ക്യൂലേക്ക് കടന്നു വരുമല്ലോ. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഇപ്പൊ കുറെ ആൾക്കാരെ കണക്കൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ടോട്ടലി കൺഫ്യൂഷൻ ആണല്ലോ. ഒന്നും വേണ്ട, ഒറ്റൊരു ഫ്രണ്ടിനോട് നിങ്ങൾ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി, അവർ സേവാ പ്രോ 1,150 വാങ്ങുന്നു, 100 രൂപ നിങ്ങൾക്ക് കിട്ടി. ആ ഒരു വ്യക്തി ബിസിനസ് ചെയ്ത ലെവലിങ്ങും ഇനിയിപ്പോ ഒന്നും ചെയ്തില്ലെങ്കിലും സിംഗിൾ ലൈനിലേക്ക് വരുമല്ലോ. ഫസ്റ്റ് ഓട്ടോ പോളിംഗ് 1000 രൂപ ആർക്ക് കിട്ടുന്നു? കസ്റ്റമർക്ക് 1000 രൂപ കിട്ടും. എങ്ങനെ? 4 ആപ്ലിക്കേഷൻ കമ്പനി വിറ്റ് പോയാൽ മതി, ഈ ഒരു വ്യക്തി ബിസിനസ് ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പൊ ഫസ്റ്റ് ഓട്ടോ പോളിംഗ് കസ്റ്റമർക്ക് 1000 രൂപ കിട്ടുമ്പോൾ സ്പോൺസർ ആയാലും നിങ്ങൾക്ക് 1000-ന്റെ നേരെ പകുതി ഓൺ ദ സ്പോട്ടിൽ 500. ശ്രദ്ധിക്കണേ. സെക്കൻഡ് പൂളിലേക്ക് കസ്റ്റമർ വന്നിട്ട് അവിടെ സീനിയോറിറ്റിക്ക് അനുസരിച്ചിട്ട് 3000 രൂപ കസ്റ്റമർ കിട്ടും. നിങ്ങളെ ഫ്രണ്ടിന് കിട്ടുന്നു 3000 രൂപ, നേരെ പകുതി എത്രയാണ്? 3000-ന് നേരെ പകുതി 1,500 രൂപ ഓൺ ദ സ്പോട്ടിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും 1,500 രൂപ. തേർഡ് പൂളിലേക്ക് കസ്റ്റമർ വരും, നിങ്ങൾ പരിചയപ്പെടുത്തുന്ന വ്യക്തി തേർഡ് പൂളിൽ വന്നിട്ട് മൂന്നാമത്തെ എത്ര പറഞ്ഞാൽ 20,000 രൂപ ഓൺ ദ സ്പോട്ടിൽ. കസ്റ്റമർക്ക് 20,000, സ്പോൺസർ ആയത് നിങ്ങൾക്ക് 10,000. ഈ കസ്റ്റമർക്ക് കൊടുക്കുന്ന പൈസ നേരെ 50-50 ഒന്നും പരിപാടിയൊന്നുമില്ല. അവർക്ക് പറഞ്ഞിട്ടുള്ളത് എന്താണോ 24,000 രൂപ ഓട്ടോ പൂൾ കൊടുക്കും, 3 സിംഗിൾ ലൈൻ അല്ലെ, കൃത്യമായിട്ട് കമ്പനി അവർക്ക് കൊടുക്കുന്നു. അപ്പൊ അവർക്ക് കിട്ടുന്നതിന്റെ നേരെ പകുതി കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് തന്നിട്ടുണ്ടാവും. അതാ പറയുന്നത് നോ റെഫർ ലിമിറ്റ്. നമുക്ക് തീരുമാനിക്കാം ഇത് എത്ര പേർക്ക് കൊടുക്കണം എന്നുള്ളത്. ഇനി ഒരാളോട് ഷെയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കിട്ടുന്നത് കൃത്യമായിട്ട് കിട്ടിയിരിക്കും. പക്ഷെ നമ്മൾ ഇവിടെ എത്ര എണ്ണം എടുക്കണം ഇപ്പൊ തീരുമാനിച്ചോ? ഈ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ഒരെണ്ണം മതിയെങ്കിൽ 1,150 ഒരെണ്ണം വാങ്ങാം. സിംഗിൾ ലൈനിലേക്ക് കടന്നു വന്നിട്ട് നമുക്ക് ഫസ്റ്റ് ഓട്ടോ പോളിംഗും 1000 രൂപ, സെക്കൻഡ് 3000, തേർഡ് 20,000. 2 വേണോ? 2 എണ്ണം വാങ്ങിച്ചോ. 2,360 രൂപ കൊടുത്ത് 2 എണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലിംഗം നേരെ ഡബിൾ കിട്ടുന്നുണ്ടാവും. 24,000 പ്ലസ് 24,000. 3 എണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാലോ 3,540, 24,000 ഇൻറ്റു 3. അപ്പൊ നമുക്ക് തീരുമാനിക്കാം എത്ര എണ്ണം വേണമെന്നുള്ളത്. റീറ്റെയിൽ ചെയ്യണമെങ്കിൽ റീറ്റെയിൽ ചെയ്യാനുള്ള ഓപ്ഷനുമായി നമ്മുടെ ബിസിനസ് സൈറ്റിലുണ്ട്. ക്ലിയർ ആയല്ലോ? പിന്നെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ വേറെ വരുമാനം. ഒരു കണ്ടീഷനും കമ്പനി വെച്ചില്ല. ഒരാളെ പോലും നമ്മൾ ഇത് പരിചയപ്പെടുത്തിയില്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഓട്ടോകൾ കൃത്യമായിട്ട് കിട്ടിയിരിക്കും. കൂടുതൽ വരുമാനം വേണമെങ്കിൽ മാത്രം നമുക്ക്
ഇത് ആളുകളിലേക്ക് എത്തിക്കാം. കാര്യം മനസ്സിലായല്ലോ. ഇതാണ് എക്സ്പെൻസ് ട്രാക്കർ സേവാ പ്രോ ആപ്ലിക്കേഷൻ. വെറും 1150 രൂപയെ വരുന്നുള്ളൂ. ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്ന ആപ്ലിക്കേഷൻ. അപ്പോ സീനിയോറിറ്റി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ലേറ്റ് ആക്കണ്ടേ. ഇതാ ഇനി അടുത്ത് നമ്മൾ കേൾക്കാൻ വേണ്ടി ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി, സേവാ പോപ്പുലർ 2021 വന്നുള്ള ആപ്ലിക്കേഷൻ. എന്തായാലും നമ്മൾ മീറ്റിംഗ് കയറിയിട്ടുണ്ട് അല്ലെ, പ്രോ കേട്ടു, ഇറങ്ങി പോവല്ലേ. അതൊന്നും ഒന്നുമല്ല, സേവാ പ്രോന്ന് ഇവിടെ ഒന്നുമല്ല. ഇവിടെ ഓട്ടോപോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതിലേക്ക് വരാം. അപ്പോ ഈ ഒരു ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് വരുമാനം ഉണ്ടാക്കാന്ന് പറഞ്ഞു. നമ്മളെ മീറ്റിംഗ് തുടങ്ങുന്ന സമയത്ത് 80 ആൾക്കാർക്ക് ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. അപ്പൊ അവരൊന്നും ചിലപ്പോൾ ഫ്രീ യൂസർ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഫ്രീ രജിസ്ട്രേഷനിലൂടെ സേവ് ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിൽ വരുന്ന യൂട്ടിലിറ്റി സർവീസ് ഉപയോഗിച്ചുകൊണ്ട് ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും. മറ്റുള്ളവരെ ഫ്രീ ആയിട്ട് പരിചയപ്പെടുത്തിയിട്ട് അവർക്ക് ഒരു ആപ്ലിക്കേഷനിലൂടെ മൊബൈൽ റീചാർജ് അല്ലെങ്കിൽ യൂട്ടിലിറ്റി സർവീസ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഹ്യൂജ് എമൗണ്ട് നമുക്ക് ഏൺ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഫ്രീ ആയിട്ട് വരുന്നവർക്ക് ഒരു ആക്റ്റീവ് യൂസർ ആവാൻ വേണ്ടി പറ്റും. ഈ ഒരു ആപ്ലിക്കേഷൻ പൈസ കൊടുത്ത് വാങ്ങാം, പെർമനന്റ് ആയിട്ട് ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. എത്ര? 4000 രൂപ ആപ്ലിക്കേഷന് വില കമ്പനിക്ക് കൊടുക്കുന്നു. അതിന്റെ കൂടെ പ്ലസ് അഡീഷണൽ ആയിട്ട് 18% GST. ടോട്ടൽ 4719 രൂപ ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ട് ഇയാൾ പറഞ്ഞു പൈസ കൂട്ടി നമ്മളെ കയ്യിൽ പൈസ എടുക്കേണ്ട പരിപാടിയാന്ന് തോന്നുന്നു അല്ലെ. ശരിയാണ്, 4000 പറഞ്ഞു, അടുത്ത 14,000 പറഞ്ഞത്. പക്ഷെ ഇതിനേക്കാൾ കൂടുതൽ ഇനിയില്ല. 28 വർഷം എക്സ്പീരിയൻസ് ഉള്ള IT കമ്പനിയിലെ ടോപ്പ് ലെവലൊക്കെ ഇതിന്റെ ഓണർഷിപ്പിലേക്ക് വരെ എത്തണമെങ്കിൽ ഇതാ ഫാമിലി പാക്കേജ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. ഇതിനേക്കാൾ കൂടിയ ഒരു എമൗണ്ടിന് പറയാനില്ല. പക്ഷെ തീരുമാനിക്കാം. എന്ത് തീരുമാനിക്കാം? മീറ്റിംഗ് കഴിഞ്ഞിട്ട് സേവ് ആപ്പിലേക്ക് വരണോ വേണ്ടയോ നിങ്ങളെ ചോയ്സാണ്. ഒരു കുട്ടി നിർബന്ധിക്കൂല. ഫ്രീ ആയിട്ട് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് വന്നുകൊണ്ട് വരുമാനം ഉണ്ടാക്കാം. സേവ് ആപ്പ് പ്രോ വാങ്ങിച്ചുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെ വരാം. പിന്നെ ആക്റ്റീവ് യൂസർ 4000 പാക്കേജ് എടുക്കാം, ഫാമിലി പാക്കേജ്, അതൊക്കെ നമ്മുടെ ചോയ്സ്. അപ്പൊ മുഴുവൻ കേൾക്കണേ. ഇവിടെ നോക്കൂ, നമ്മളൊക്കെ ഒരു ആക്റ്റീവ് യൂസർ ആവണമെങ്കിൽ 4719 രൂപയുടെ സേവ് ആപ്പ് നമ്മളങ്ങ് വാങ്ങിക്കാം. ബെനിഫിറ്റ് എന്താണെന്ന് അറിയണ്ടേ? ഈ ഒരു ആപ്ലിക്കേഷൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഫ്രീ യൂസർക്ക് അതിനകത്തുള്ള യൂട്ടിലിറ്റി സർവീസ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ഇവിടെ നമ്മൾ ഒരു ആക്റ്റീവ് യൂസർ ആവുകയാണെങ്കിൽ ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. പേയ്മെന്റ്സ് എന്താണ്? പേയ്മെന്റ്സ് റെസിപ്റ്റ് നമ്മൾ മനസ്സിലാക്കിയില്ല. സേവ് ആപ്പ് പ്രോയിൽ പറഞ്ഞില്ല ഞാൻ, ഏതാ ചെലവുകളും വരുമാനങ്ങളും അത് ഇതിലുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇവിടെ നമുക്ക് മണി മാനേജ്മെന്റ് മാത്രമല്ല, ടൈം മാനേജ്മെന്റ്, പേഴ്സണാലിറ്റി, ഡ്രീം വരെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പേയ്മെന്റ്സിൽ നമുക്ക് ചെലവുകൾ കൊടുക്കാം. നാളെ രാവിലെ കയറിയിട്ട് കാണിച്ചു തരും കേട്ടോ, സാർ നൗഷ സാർ പഠിപ്പിച്ചിരുന്നല്ലോ. എല്ലാ ദിവസവും നടക്കുന്ന എക്സ്പെൻസ്, വീട്ടിലേക്ക് പാല് വാങ്ങുന്നുണ്ട്, അത് ചെലവാണ് അല്ലെ. പൈസ പോയിട്ടുണ്ടല്ലോ. ചെലവ് 30 രൂപ ഒരു പാക്കറ്റ് പാലെങ്കിൽ അത് ആഡ് ചെയ്യുക. മത്സ്യം വാങ്ങിച്ചിട്ടുണ്ടോ, 100 രൂപയോ 150 രൂപ അത് കൊടുക്കുക. ബസ്സിൽ കയറിയിട്ട് പൈസ കൊടുക്കുന്നുണ്ട്, ട്രെയിനിന് പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഹോട്ടലിൽ പോയിട്ട് ചായ കുടിക്കുന്ന സമയത്ത്, വണ്ടിക്ക് പെട്രോൾ അടിക്കുന്ന സമയത്ത്, ചാരിറ്റി കൊടുക്കുന്ന സമയത്ത്, വെജിറ്റബിൾ വാങ്ങുന്നു. അപ്പൊ ഞാനിത് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. കൃത്യമായിട്ട് മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറയുന്നത് നിങ്ങളോട് സേവ് ആപ്പ് ബിസിനസ് ചെയ്യണോ വേണ്ടതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ കൃത്യമായിട്ട് നിങ്ങളൊരു മാറ്റം, സാമ്പത്തികമായിട്ട് ഒരു അച്ചടക്കം കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഡെയിലി നടക്കുന്ന എക്സ്പെൻസ് ഇവിടെ താഴെ നോക്കിയിട്ട് 1/7/2026 ഈ മാസം ജൂലൈ മാസം 1-ാം തീയതി മുതൽ ഇന്നത്തെ ഡേറ്റ് വരുന്നത് ഏറ്റവും ടോപ്പിൽ 20 അല്ലെ, 20-ാം തീയതി വരെ എന്റെ കയ്യിൽ നിന്ന് ചെലവായി പോയിട്ടുള്ള പൈസകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എത്ര ചെലവായിട്ടുള്ള പൈസകൾ എത്ര? കാൽക്കുലേറ്റർ ഇത് കൂട്ടൊന്നും വേണ്ട. താഴെ നോക്ക്, ടോട്ടൽ 21,594 രൂപ എന്റെ കയ്യിൽ നിന്ന് പൈസ എവിടെ പോയിട്ടുണ്ട്, എങ്ങനെ പോയിട്ടുണ്ട്, ആർക്ക് പോയിട്ടുണ്ട്, എങ്ങനെ എവിടെ നിന്ന് കിട്ടും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുമോ? ഇപ്പൊ നോട്ട് ചെയ്യാത്ത ആളാണെങ്കിൽ ഇന്നലെ കയ്യിൽ നിന്ന് ചെലവായി പോയിട്ടുള്ള പൈസ എവിടെയാണ്, എത്ര എന്ന് ഓർമ്മിച്ച് പറയാൻ വേണ്ടി പറ്റുമോ? ഇതിങ്ങനെ ചെയ്യുന്നതിനെ കൊണ്ട് എന്താ കാര്യമല്ലേ? കൃത്യമായിട്ട് മാറ്റം വരുന്നുണ്ടാവും. അനാവശ്യ ചിലവുകളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ പൈസ കിട്ടുന്നുണ്ട്, വരുമാനം അല്ലെ, പൈസ കിട്ടുന്നുണ്ട്, വരുമാനം ഉണ്ട് എന്ന് പറയാം. പക്ഷെ ചെലവായി പോകുന്നു, ഒന്നും ഒരു പിടുത്തും ഒരു ഐഡിയ ഇല്ല എവിടെയാ പോകുന്നു. വീണ്ടും കടം വാങ്ങേണ്ട അവസ്ഥ. റെസിപ്റ്റിൽ നമുക്ക് കിട്ടുന്ന വരുമാനങ്ങൾ കൊടുക്കുക. പിന്നെ വാലറ്റ് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഇതൊക്കെ പഠിപ്പിച്ചു തരും കേട്ടോ രാവിലത്തെ മീറ്റിംഗിൽ. കൃത്യമായിട്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സുകളാണ് വരുന്നത്. പിന്നെ നമുക്ക് ബഡ്ജറ്റ് സെറ്റ് ചെയ്യാനും, ഡിജിറ്റൽ ബില്ല് ക്രിയേറ്റ് ചെയ്യാനും, ടോട്ടൽ അസറ്റ്, ടോട്ടൽ നമ്മുടെ ലയബിലിറ്റി കാര്യങ്ങൾക്ക്, അതുപോലെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉള്ളവരില്ല, അതൊക്കെ ഒന്ന് റിമൈൻഡ് ചെയ്ത് തരുന്നുണ്ടാവും. ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാം, നമ്മൾ മറ്റുള്ള എവിടെയെങ്കിലും ക്യാഷ് ഒക്കെ ഇടുന്ന ആൾക്കാരുണ്ട് അല്ലെ, ക്രിപ്റ്റോയിൽ മറ്റു ഇത്ര പൈസ ഉണ്ട്, മറ്റേ ഇത്ര പൈസ ഉണ്ട്, അതൊക്കെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റിലൂടെ നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. പാസ്വേഡ് മാനേജർ, പ്രധാനപ്പെട്ട പാസ്വേഡ് കാര്യങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ഡോക്യുമെന്റ് മാനേജറിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രേഖകൾ, ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക്, ഇതൊന്നും ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഈ ഇപ്പൊ ഡോക്യുമെന്റ് മാനേജർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈമൊക്കെ ലാഭിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങളിപ്പോ എന്തോ ഒരു ആവശ്യത്തിന് അക്ഷയ സെന്ററിൽ പോയി വിചാരിച്ചോ, ബാങ്കിൽ അക്ഷയ സെന്ററിലൊക്കെ പോകുമ്പോൾ നമുക്ക് ആധാർ കാർഡ് അവിടെ നിന്ന് ചോദിക്കുന്നു. നിങ്ങൾ ആധാർ കാർഡ് എടുക്കാൻ വേണ്ടി പറ്റി. അപ്പൊ ഞാൻ എടുക്കാൻ വിട്ടുപോയല്ലോ എന്ന് പറയുമ്പോൾ അവരൊരു കുഴപ്പമില്ല, നിങ്ങളെ ഫോണിലേക്ക് ഗാലറിയിൽ ഉണ്ടാവുമല്ലോ, മുമ്പ് എടുത്തു വെച്ച ഫോട്ടോ കയറ്റിട്ടൊന്ന് നോക്കുന്ന പറയും.
നമ്മൾ വേഗം ഗ്യാലറി കയറിയിട്ട് വേഗം എടുക്കാൻ വേണ്ടി നോക്കുമ്പോ ഇത് കാണുമോ? 1500, 2000, 3500 ഫോട്ടോ ഉണ്ടാവും ഓൾറെഡി ഗാലറി നിറഞ്ഞു കിടക്കുന്നത്. അതിനിടയിൽ നിന്ന് ഒരു ആധാർ കാർഡ് അല്ലെ പാൻ കാർഡ് എടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇവിടെ നോക്കിയാട്ടെ, എന്റെ വീട്ടിലെ മാക്സിമം ആൾക്കാർ ഇതാ ഇത്രേ ഉള്ളൂ. ഇതാ ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട രേഖകൾ കൊടുത്തു. അപ്പോൾ എനിക്ക് ഒരുപാട് ടൈമൊക്കെ ലാഭിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അവരിപ്പോ ഞാൻ ഈ പറഞ്ഞ പാൻ കാർഡ് ഒക്കെ എടുക്കാൻ വിട്ട് പോയി കഴിഞ്ഞാൽ, ബാങ്കിൽ പോയ സമയത്ത് പാൻ കാർഡ് ചോദിക്കുന്നു, എടുക്കാൻ വിട്ട് പോയി കഴിഞ്ഞാൽ ഗാലറിയിൽ നിന്ന് കാണുന്നത് ഇവിടെ കയറി ഒറ്റ ക്ലിക്ക് ഡൗൺലോഡ് ഈസി. ഇനിയിപ്പോ പേടി വേണ്ട, ഇതൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആയിട്ട് കണക്ട് ചെയ്യുന്നില്ല. നിങ്ങളുടെ ഗാലറിയിലെ ഫോട്ടോ വീഡിയോസ് ഒക്കെ നിങ്ങൾ എത്ര സേഫ് ആയിട്ട് കാണുന്നല്ലോ, അതിനേക്കാൾ സേഫ് ആണെന്ന് പറയുവാണെങ്കിൽ. കാരണം ഇത് ഗൂഗിൾ ഡ്രൈവിലാണ്, നിങ്ങളെ മെയിൽ ഐ ഡി ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നതല്ല നമ്മളിത്. അപ്പൊ ഇതില് കൃത്യമായിട്ട് സേഫ് ആണെന്ന് ഒരു പേടിയും വേണ്ട, നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് ഒരു ഇതുമില്ല. വേണമെങ്കിൽ നമുക്ക് ചെയ്താൽ മതി, ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഇതിൽ ഒരുപാട് ടാസ്ക്, ഡയറി, ഡ്രീം സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളെ ആഗ്രഹങ്ങൾ, നമുക്ക് ആഗ്രഹങ്ങളിലെ വലിയ ബംഗ്ലാവ് പോലത്തെ വീടൊന്നും അല്ലെങ്കിൽ ഒരു വീട് വേണം അല്ലെ, ആ വാടക വീടൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് വീട് വേണം, അല്ല പിന്നെ ഇപ്പോഴുള്ള വീടിനൊക്കെ കുറച്ചുകൂടി നല്ല രീതിയിലൊരു വീട് വേണം, അല്ല മക്കളുടെ പഠിത്തം, അവരുടെ വിവാഹ കാര്യങ്ങൾ, ഇതൊക്കെയുള്ള ഒരുപാട് ഡ്രീമും കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ അതിലേക്കൊക്കെ എത്തിക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന പവർഫുൾ ആയിട്ടുള്ള ഫീച്ചർ ഡ്രീം പഠിപ്പിച്ചു തരും കേട്ടോ. രാവിലെ കയറ്റിയിട്ട് ആരെങ്കിലും ചോദിച്ചോ, നാളെ രാവിലത്തെ മീറ്റിംഗ് ചോദിച്ചോ, കൃത്യമായിട്ട് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തരും. വെറുതെ സെറ്റ് ചെയ്ത് വെച്ച് നല്ലത്. നമ്മളെ ഇപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, MLM ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്താ പറയാ, സെൻട്രൽ ആളിൽ അല്ലെ നമ്മൾ കിടക്കുന്ന റൂമിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണാൻ, അല്ലെങ്കിൽ ഇവിടെ പുറത്തൊക്കെ എവിടെയെങ്കിലും പോയിട്ട് പെട്ടെന്ന് കാണാൻ വേണ്ടി ഒരു വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്യുന്ന ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? ചെയ്യില്ല അങ്ങനെ? കാറിന്റെ ഫോട്ടോ, വീടിന്റെ ഫോട്ടോ അങ്ങനെയൊക്കെ വെച്ചിട്ട് അതൊക്കെ എത്തും, അതിലേക്കൊക്കെ എത്തും, ഷുവറാണ്. നമ്മൾ ആ മെഡിറ്റേഷൻ, അഫർമേഷൻ, ആ ഗ്രാറ്റിറ്റ്യൂഡ്, അതിലേക്കൊക്കെ എത്തുന്നുണ്ട്, ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് എത്താൻ വേണ്ടി പറ്റുന്ന ഡ്രീം എന്ന് പറഞ്ഞ ഫീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പവർഫുൾ ആണ്. പൈസകൾ നീക്കിയിട്ട് നമുക്ക് അതിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നതാവും. ഇതൊക്കെ പഠിപ്പിച്ചു തരും. ഈ ആക്റ്റീവ് യൂസർ ആവാൻ വേണ്ടി നമ്മൾ എത്ര പൈസ കൊടുത്ത്? 4719 രൂപ. ഒന്നാമത്തെ ബെനിഫിറ്റ് മനസ്സിലായല്ലോ, ലൈഫ് ടൈം ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ ബെനിഫിറ്റ്, നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ വാങ്ങിച്ച് വന്ന വ്യക്തി ആയതുകൊണ്ട്, ഒരു ആക്റ്റീവ് യൂസർ ആയില്ലേ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ മറ്റുള്ളവരെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ സേവ് ആപ്പും സേവ് കാർഡും, അതിലൂടെ നടക്കുന്ന റീചാർജിന്റെയും സേവ് കാർഡിലൂടെ പർച്ചേസിംഗിന്റെയും 20 ലെവൽ ഡബിൾ ആയി കിട്ടും. 20 ലെവൽ പർച്ചേസിംഗും സേവ് ആപ്പ് റീചാർജും 2% ആക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല, നിങ്ങളുടെ ആക്റ്റീവ് യൂസർ ആയതുകൊണ്ട്. ഒരാളോട് ഒരു പൈസ വാങ്ങേണ്ട, ഫ്രീ ആയിട്ട് കൊടുക്കുക. ഇനി ഫ്രീ പർച്ചേസ് പോയിന്റ് നിങ്ങൾക്ക് കിട്ടും. 4500 പർച്ചേസ് പോയിന്റ്. എന്തിനാണെന്നറിയോ? സേവ് കാർഡ് കണ്ടില്ലേ, അച്ചാറും ബാഗും ഒരുപാട് തുണിത്തരങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് വാങ്ങിച്ചാൽ മതി. ഈ പോയിന്റ് വെച്ച് നിങ്ങൾക്ക് റെഡീം ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. പിന്നെ വരുന്ന ഒരു ഡിജിറ്റൽ വെബ് കാർഡ്, മിനി വെബ്സൈറ്റ്. എന്താണെന്നറിയോ, നമ്മളിപ്പോ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ ബിസിനസ്, അത് എന്തും ആയിക്കോട്ടെ, അത് ഒന്നുകൂടി ഡെവലപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്, കസ്റ്റമേഴ്സിലേക്ക് കൂടുതൽ എത്തിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളൊരു MLM ബിസിനസ് ചെയ്യുന്ന ആളാണെന്ന് ചോദിച്ചോ, ഒരു പ്രശ്നമില്ലാട്ടെ. ഇവിടെ നിങ്ങൾ സേവ് ആപ്പിലേക്ക് വന്നെന്ന് കരുതിയിട്ട് വേറെ ഒരു ബിസിനസ് ചെയ്യരുത്, വേറെ ആരെയും സൂം മീറ്റിംഗ് പങ്കെടുക്കരുത്, ID കട്ടാക്കും, നിങ്ങളെ സാലറി കട്ട്, അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഇല്ല. സേവ് ആപ്പിൽ നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ വാങ്ങുന്ന സമയത്ത് കിട്ടുന്ന കാര്യമാണ് പറഞ്ഞത്, ഈ ഡിജിറ്റൽ വെബ് കാർഡ്. ഈ വെബ് കാർഡിൽ നിങ്ങളിപ്പോ MLM ബിസിനസ് ചെയ്യുന്ന ആളാണ്, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതിലുള്ള പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, ഫിസിക്കൽ പ്രൊഡക്റ്റ്, സോപ്പുകൾ, പേസ്റ്റ്, അച്ചാർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ അവിടെ നിന്ന് വിൽക്കുന്നില്ലേ, വീടുകൾ കയറി വിൽക്കുന്നില്ലേ? അപ്പൊ അങ്ങനെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഈ ഫോട്ടോ, വീഡിയോക്ക് ഈ വെബ് കാർഡിൽ കൊടുക്കാൻ വേണ്ടി പറ്റും. അതും പഠിപ്പിച്ചു തരും. നാളെ രാവിലെ കയറിയിട്ട് ചോദിച്ചാൽ മതി, മിനി വെബ്സൈറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ. അപ്പൊ അതിലേക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ആ ഒരു ബിസിനസ് ഹൈ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. മനസ്സിലായല്ലോ? ഇനിയോ, ലൈഫ് ടൈം നിങ്ങൾക്ക് സേവ് ആപ്പിലൂടെ വരുമാനം ഉണ്ടാക്കണമെങ്കിൽ ഒരു വർക്കിംഗ് ID കൂടി കമ്പനി തരുന്നുണ്ടാവും. ഡെയിലി വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും നിങ്ങളുടെ ആക്റ്റീവ് യൂസറൊക്കെ വന്നു കഴിഞ്ഞാൽ. പക്ഷെ ഇവിടെ ഒരു ഓട്ടോ പൂൾ കാണുന്നില്ല അല്ലെ? നമുക്ക് നേരത്തെ സേവ് ആപ്പ് പ്രോയിൽ നമ്മൾ ഓട്ടോ പൂൾ കാര്യങ്ങളൊക്കെ പറയും, പക്ഷെ ഇവിടെ ഓട്ടോ പൂൾ ഇല്ല. പക്ഷെ ഓട്ടോ പൂളിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കാനുള്ള വർക്കിംഗ് ID ഉണ്ട്. ഡെയിലി വരുമാനം, റെഫറലിംഗും ലെവലിംഗും ബൈനറി എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ഓട്ടോ പൂളും വേണം, വർക്ക് ചെയ്യാനുള്ള ഐഡിയയും വേണം, നിങ്ങൾ ഒരു ഫാമിലി യൂസർ ആയിക്കോ. ഒരു കണ്ടീഷൻ അല്ല, ഫ്രീ യൂസർ, ആക്റ്റീവ് യൂസർ, ഫാമിലി യൂസർ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ സേവ് ആപ്പ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ 4719 രൂപയല്ലേ പറഞ്ഞത് ഒരെണ്ണം വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള 3 ആപ്ലിക്കേഷൻ നമ്മൾ ഒരു ദിവസം ഒരുമിച്ച് വാങ്ങണം. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ പേരിൽ തന്നെ വാങ്ങണം, വീട്ടിലുള്ള 2-3 ആൾക്കാരുടെ പേരിലല്ല, നിങ്ങളുടെ പേരിൽ 4719 × 3 14,157 കൊടുത്തിട്ട് നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഈ സെറ്റ് അങ്ങ് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങളൊരു ഫാമിലി യൂസർ ആവും. പിന്നെ തിരിഞ്ഞ് നോക്കണ്ട. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ സേവ് ആപ്പ് ഈ ബിസിനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ, ഈ കൺസെപ്റ്റിലേക്ക് അസോസിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫാമിലി യൂസർ ആയിട്ടാണ്. എന്തുകൊണ്ടായിരിക്കും വരുന്നുണ്ടാകുക? അതുകൊണ്ടാണ് ഞാൻ വീണ്ടും 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 നിങ്ങളോട് പറയാം, മീറ്റിംഗ് കഴിയുന്നവരെ നിൽക്കുക. അല്ലാണ്ട് ഇതിനിടയിൽ ഇറങ്ങി അങ്ങ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാവില്ല. അപ്പൊ ശ്രദ്ധിക്കൂ, നമ്മൾ ഫാമിലി യൂസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ബെനിഫിറ്റ്, 3 ആപ്ലിക്കേഷൻ തരും, 3 ഫോണിൽ ഉപയോഗിച്ചോ. ഞാനും ഉപയോഗിക്കലുണ്ട്, എന്റെ ഭാര്യയുടെയും മോളുടെ ഫോണൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് കൊടുക്കുന്ന പൈസ, അവരെ ചെലവാകുന്ന കാര്യങ്ങൾ, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കട്ടെ. നമ്മളെ മക്കളിൽ നിന്ന് ആരംഭിക്കട്ടെ. നമ്മളൊന്നും ഇത് പഠിച്ചിട്ടൊന്നുമില്ല. എത്ര കാലമായി പണിയെടുക്കുന്ന ജോലിയിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്,
വരുന്നത് മനസ്സിലാകുന്നുണ്ട്. ചെലവായിപ്പൊന്നും ഒന്നും പിടുത്തം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഒന്നും നീക്കിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയില്ല. സാമ്പത്തിക അച്ചടക്കം നമ്മളെ ആരും പഠിപ്പിച്ചില്ല, പഠിപ്പിക്കുന്നുമില്ല. അല്ലെ? മണി മാനേജ്മെന്റ് ഇപ്പൊ നമ്മളെ മക്കള് കൂടുതൽ ഭാര്യയുടെ ഫോണിലൊക്കെ ചെയ്തു കൊടുക്കുക. അവൾക്ക് കൊടുക്കുന്ന പൈസ അവള് നോട്ട് ചെയ്ത് വെക്കട്ടെ. റെസിപ്റ്റില് പേയ്മെന്റ്സിൽ അവളെ വീട്ടിലേക്ക് മത്സ്യം വാങ്ങുന്നുണ്ടെങ്കിലും പാല് വാങ്ങുന്നുണ്ടെങ്കിലും അതൊക്കെ ഒന്ന് അല്ലെ കുടുംബശ്രീയിൽ പോകുന്ന സമയത്ത് അതൊക്കെ ചെലവുകളായിട്ട് അവിടെ കൊടുക്കട്ടെ. അപ്പൊ കൃത്യമായിട്ട് മണി മാനേജ്മെന്റ് നമ്മുടെ ടോട്ടൽ ഫാമിലിയിലേക്ക് വരുന്നുണ്ടാവും. കൃത്യമായിട്ട് അതിലേക്ക് എത്തുന്നുണ്ടാവും. ക്ലിയർ ആയാലും ഒന്നാമത്തെ കാര്യം 3 ആപ്ലിക്കേഷൻ. പിന്നെ ട്രിപ്പിൾ യുവർ റീചാർജ് ആൻഡ് സേവ് കാർഡ് ലെവൽ ഇൻകം. നിങ്ങളൊരു ഫാമിലീസായി വന്നതിന് ശേഷം ഫ്രീ ആയിട്ട് സേവ് കാർഡും പരിചയപ്പെടുത്തി കൊടുക്കുക. റീചാർജിലൂടെ 3%. എങ്ങനെ 20 ലെവൽ സേവ് കാർഡിന് 3% കിട്ടുന്നുണ്ട്. ഫ്രീ പർച്ചേസ് പോയിന്റ് 14,500 പർച്ചേസ് പോയിന്റ് കിട്ടും ഫാമിലീസർക്ക്. പിന്നെ ഡിജിറ്റൽ വെബ് കാർഡ് 3 കിട്ടും. ആക്റ്റീവ്സർക്ക് 1 ഉള്ളൂ. അതുപോലെ വർക്കിംഗ് ഐ ഡി 3 കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ 3 മടങ്ങായിട്ട് നമുക്ക് ഇവിടെ ഫാമിലീസർക്ക് കിട്ടുന്നുണ്ട്. അതിനേക്കാൾ പുറമെ കിട്ടുന്നതാണ് ഗ്ലോബൽ ഓട്ടോ പോളിംഗ് 3,12,000 രൂപ. നിങ്ങൾ ഒരു പണിയും ചെയ്തില്ലെങ്കിലോ ഇത് കിട്ടും. ഫാമിലി പാക്കേജ് എടുത്തു വരുന്ന സമയത്ത് 3,12,000 രൂപ സിംഗിൾ ലൈൻ ഗ്ലോബൽ ഓട്ടോ പോൾ ഇൻകം. 12,000 ഫസ്റ്റ് ഓട്ടോ പോൾ, രണ്ടാമത്തെ ഓട്ടോ പോൾ 60,000, മൂന്നാമത്തെ ഓട്ടോ പോൾ 2,40,000. അങ്ങനെ 3 ഓട്ടോ പോളിലൂടെ 3,12,000. എങ്ങനെ കിട്ടുന്നു എന്ന് അറിയണ്ടേ? ഒരു 3 സ്ലൈഡ് അല്ലെങ്കിൽ ഒരു 4 സ്ലൈഡ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ 4 സ്ലൈഡുകൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പറഞ്ഞുതരാം എങ്ങനെ കിട്ടുന്ന ഓട്ടോ പോൾ എന്നുള്ള കാര്യം. ക്ലിയർ ആണ്? അതിനു വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുന്നൊന്നും വേണ്ട, ഫാമിലി പാക്കേജ് എടുത്താൽ മാത്രം മതി. അപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടും നിങ്ങൾക്ക് അറിയണ്ടേ അല്ലെ? കൂടുതൽ വരുമാനം ഉണ്ടാക്കാന്ന് പറഞ്ഞില്ല ഇപ്പൊ ആക്റ്റീവ്സർക്കും ഫാമിലീസർക്കൊക്കെ. അപ്പൊ റഫർ ലിങ്കോ ലെവലിംഗോ ബൈനറിക്ക് ആയിട്ട് നമുക്ക് ഡെയിലി വരുമാനം ഉണ്ടാക്കാൻ പറ്റും. റഫർ ലിങ്ക് എന്ന് പറയുമ്പോൾ പോയിന്റ് ആണ്, വളരെ പ്രധാനപ്പെട്ട പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക, സ്ക്രീനിലേക്ക് തന്നെ നോക്കുക. റഫർ ലിങ്ക് എന്ന് പറയുമ്പോൾ സേവ് ആപ്പ് നമ്മൾ വാങ്ങിച്ച് ഇതിലേക്ക് കടന്നു വന്നു. ഫാമിലീസർ ആക്റ്റീവ്സർ എന്തോ ആയിക്കോട്ടെ, നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കും. നമ്മളൊരു ഫ്രണ്ടിനോട് പറഞ്ഞു, അവരും ഒരു ആപ്ലിക്കേഷൻ വാങ്ങുന്നു. സേവ് ആപ്പാണ്, സേവ പ്രോ അല്ലേ. സേവ പ്രോയിൽ 100 രൂപയാണെങ്കിൽ ഇവിടെ 800 രൂപ നിങ്ങൾക്ക് റഫറൽ ഇൻകം, പേഴ്സണൽ സെയിൽസ് കമ്മീഷൻ. നമ്മൾ ഡയറക്റ്റ് ഒരു ആപ്ലിക്കേഷൻ ഒരു വ്യക്തിയോട് പറഞ്ഞ് അവർ വാങ്ങുന്ന സമയത്ത് 800 രൂപ. നോ റഫർ ലിമിറ്റ്. യു കാൻ റഫർ ഗ്ലോബലി എനിവേർ എന്നാ പറഞ്ഞത്. എന്താണ്? ലോകത്തിൽ എവിടെയുള്ള ആൾക്കാർക്കും എനി ടൈം എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കൊണ്ടുപോയി കൊടുക്കണ്ട, ബാഗിൽ എടുക്കണ്ട, ബസ്സിൽ കൊണ്ടുപോകണ്ട, വണ്ടിയിൽ ഡിക്കി കയറ്റണ്ട. സൂമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? നിങ്ങൾക്ക് ആൾക്കാർ മീറ്റിംഗ് ഇതുപോലെ വന്നിരുന്ന് കേട്ടിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുമാനം സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ പുറത്തു ഇറങ്ങേണ്ട, വെയിലും കൊള്ളേണ്ട, മഴയും കൊണ്ട, വീട്ടിൽ ബെഡിലിരുന്നാൽ പോലും നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഡിജിറ്റൽ പ്രൊഡക്റ്റ് മാർക്കറ്റിങ്ങിന്റെ സാധ്യത. ഫിസിക്കൽ പ്രൊഡക്റ്റും ഡിജിറ്റൽ പ്രൊഡക്റ്റും തമ്മിലെ വ്യത്യാസം നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നുള്ളൂ. ആ ഫസ്റ്റ് കാര്യം പറഞ്ഞിട്ടുള്ളൂ. എന്താണ്? റഫറൽ ഇൻകം. ഡയറക്റ്റ് ആപ്ലിക്കേഷൻ എത്തിക്കുന്ന സമയത്ത് 800 രൂപ വെച്ച് കിട്ടും. ഒരു ദിവസം 10 പേരോട് പറഞ്ഞോ, 10 ആൾ ആപ്ലിക്കേഷൻ വാങ്ങിച്ചാൽ 10 × 800. ഇതിൽ 10 കൊടുക്കുന്ന ഒരു നിർബന്ധമില്ല. ഒരാളോട് നിങ്ങൾ ഷെയർ ചെയ്ത് വെച്ചോ, ഒറ്റൊരാളോട് പറഞ്ഞാൽ അവര് ആപ്ലിക്കേഷൻ വാങ്ങുന്നത് 800 രൂപ. വെരി നെക്സ്റ്റ് ഡേ ബാങ്കിലേക്ക് ഒരു വാലറ്റും ഇല്ല. അങ്ങനത്തെ ഒരു സംഭവം ഇടില്ല. വാലറ്റ് ഒന്നും ഇല്ല, ഡയറക്റ്റ് ബാങ്കിലൊക്കെ വരിക. ഒരു കമ്പൽസറിയും ഇല്ല. മറ്റുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ 2,000 2,500 പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാല് ഒരു 10,000 അല്ലെങ്കിൽ 1,000 രൂപ വന്നാൽ പോലെ അത് വിഡ്രോ ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് കണ്ടീഷൻസ് വീണ്ടും വീണ്ടും വാങ്ങണം. അച്ചീവ് എന്താ പറയാ, ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല, വാങ്ങിപ്പിച്ചിട്ടില്ല, എന്തൊക്കെ നൂലാമാലാണ് ഇവിടെ. അങ്ങനത്തെ ഒരു സംഭവമില്ല. വേറൊരു പോയിന്റ് ഞാൻ പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക്. ഇതാ ശ്രദ്ധിക്കണേ, നിങ്ങളിപ്പോ ഒരു ഫാമിലി യൂസർ ആയിട്ടാണ് വരുന്നത് വിചാരിച്ചതിലേക്ക്. എത്ര എമൗണ്ട്? 3 ആപ്ലിക്കേഷൻ വാങ്ങുന്നതാണ്. ഇത് ഇൻവെസ്റ്റ്മെന്റ് ഒന്നല്ല, പവർഫുൾ ആയില്ല. 3 ആപ്ലിക്കേഷൻ 14,150 ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം മതി. ഒറ്റ പ്രാവശ്യം. റഫർ ലിങ്കോ ലെവലിംഗോ ബൈനറിക്കും കൂടി ഇപ്പൊ പറയാൻ വേണ്ടി പോകുന്ന ലക്ഷങ്ങളും കോടികളും കണക്കിന് പറയുന്നുണ്ടാകുക. സാധാ വീട്ടമ്മമാര് വരെ 2, 3, 4 മാസം കൊണ്ട് ലക്ഷങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. രാവിലത്തെ മീറ്റിംഗിൽ പറയുന്നത് നിങ്ങൾ പല ദിവസങ്ങളും കേട്ടിട്ടുണ്ടാവും. സാധാ വീട്ടമ്മമാർ, കൂലിപ്പണിക്കാർ വരെ നിങ്ങൾക്കും വാങ്ങാം, നിങ്ങൾക്കും മേടിക്കാം. അൺലിമിറ്റഡ്. എത്ര വരുമാനം കിട്ടിയാലുണ്ടല്ലോ ഈ 14,157 കൂടെ 10 പൈസ നിങ്ങൾ ഇതിൽ കൊടുക്കണ്ട. വീണ്ടും 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 വാങ്ങണ്ട, വാങ്ങിപ്പിക്കണ്ട, ടാർഗറ്റ് അച്ചീവ് ചെയ്യണ്ട. അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഇല്ല. 14,157 ഒറ്റ പ്രാവശ്യം. അപ്പൊ റഫർ ലിങ്ക് മനസ്സിലായല്ലോ. 800 ആണെങ്കിൽ 800 വെരി നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ബാങ്കിലേക്ക് ക്രെഡിറ്റ് ആവുന്നുണ്ടാവും. ഞായറാഴ്ച വരൂല കേട്ടോ, ബാങ്ക് ലീവ് അല്ലേ. ബാങ്കിൽ ലീവ് ദിവസം എങ്ങനെ അക്കൗണ്ടിലേക്ക് വരിക? അതിന്റെ വെരി നെക്സ്റ്റ് ഡേ നമുക്ക് ക്യാഷ് ക്രെഡിറ്റ് ആവുന്നുണ്ടാവും. ഇത് ക്ലിയർ ആയല്ലോ? ഇനി ലെവലിംഗും കോടികൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു 13 ലെവലുകളിൽ നിന്ന് ഒന്നാമത്തെ ലെവൽ 50. എങ്ങനെ നമ്മൾ സേവ് ആപ്പ് പരിചയപ്പെടുത്താൻ അത് 1, 2, 3, 4, 5, 10, 100, 1000, 10,000 എത്ര പേരായി കഴിഞ്ഞാലും അത് ഒന്നാമത്തെ ലെവൽ.
ഒരാളാണെങ്കിൽ ഒന്നാമത്തെ ലെവൽ. അവിടെ നമുക്ക് ആപ്ലിക്കേഷൻ വിറ്റ് പോകുന്ന സമയത്ത് 50 രൂപ കമ്പനി തരുന്നുണ്ടാവും. ക്ലിയർ ആയാലോ? അപ്പൊ കമ്പനി ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തു. നിങ്ങൾക്ക് കോടികൾ 242 കോടി ഉണ്ടാക്കണമെങ്കിൽ 4 ആൾക്കാരോട് പറഞ്ഞിട്ട് ആ 4 പേരിലൂടെ നടക്കുന്ന 13 ലെവൽ ബിസിനസ് 242 കോടി. വെറും 4 ആളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റുമോ? നിർബന്ധമില്ല, ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ 4 × 50 ഒന്നാമത്തെ ലെവൽ 200 രൂപ കിട്ടും. ഒരു ആപ്ലിക്കേഷൻ മാർക്കറ്റ് ചെയ്യുമ്പോൾ 50 രൂപ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ ഡയറക്റ്റ് പരിചയപ്പെടുത്തുമ്പോൾ അല്ലെ. അപ്പൊ 4 × 50 200 രൂപ. രണ്ടാമത്തെ ലെവൽ 10 രൂപ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ചായക്ക് 15 രൂപ ഉണ്ട്, ഈ 10 രൂപ കൊണ്ട് എന്താക്കാനാന്നല്ലേ? സാധ്യത നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ 4 ആൾക്കാർ നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അവരെ വെച്ചൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക, ഒരു ഫോളോ അപ്പ് കൊടുക്കുക. നിങ്ങൾ പഠിച്ചു വരുന്നുണ്ടോ, 2-3 ദിവസമായിട്ട് ചിലപ്പോൾ ഇതിലേക്ക് വന്നിട്ടല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? സൂമിന്റെ ലിങ്ക് മറന്നു പോവാതെ അതിലേക്ക് ഇടുക. 4 നേരം സൂം മീറ്റിംഗ് നടക്കുന്നുണ്ട്, അവരെ വിളിച്ച് മീറ്റിങ്ങിലൊക്കെ കയറ്റുക. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കുക, ഇതിന്റെ PDF കാര്യങ്ങളൊക്കെ കൊടുക്കുക. അങ്ങനെ ഒരു ഫോളോ അപ്പിലൂടെ ഈ 4 ആൾക്കാർ നമ്മളെ കോപ്പി ചെയ്തങ്ങ് പോകുന്നു. 4 ആൾക്കാർ 4 പേർക്ക് ഈ ഒരു പ്രോഗ്രാം കൊടുക്കുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ ലെവൽ 16 പേര് സേവ് ആപ്പ് വാങ്ങിച്ചു വന്നിട്ടുണ്ടാവും. × 10 160 രൂപ രണ്ടാമത്തെ ലെവൽ. കമ്മ്യൂണിറ്റി കൂടി വരുന്നത് നോക്കണമെങ്കിൽ മൂന്നാമത്തെ ലെവൽ ഒരു സിംഗിൾ ആപ്ലിക്കേഷൻ വിറ്റ് പോയി കഴിഞ്ഞാൽ 20 രൂപയെ കിട്ടും. നമ്മുടെ ലെവലിംഗ് ആണ് പറയുന്നത്. അപ്പൊ 16 പേര് 4 പേർക്ക് ഷെയർ ചെയ്യുമ്പോൾ മൂന്നാമത്തെ ലെവൽ 64 മെമ്പേഴ്സ് വന്നിട്ടുണ്ടാവും. × 20 രൂപ 1250. പിന്നെ നാലാമത്തെ ലെവൽ 30 രൂപ 256 × 30 7650. അഞ്ചാമത്തെ ലെവൽ 10 രൂപ. മനസ്സിലായോ? ഒന്നാമത്തെ ലെവൽ 50 ഡയറക്റ്റ് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുമ്പോൾ, രണ്ടാമത്തെ ലെവൽ 10 20 30 വീണ്ടും 10 കുറഞ്ഞ് അല്ലെ. പക്ഷെ കമ്മ്യൂണിറ്റി കൂടി ഉണ്ടാവും. ഈ നാലാമത്തെ ലെവലിൽ 256 മെമ്പേഴ്സ് വെറും 4 പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലോ അഞ്ചാമത്തെ ലെവൽ 1024 മെമ്പേഴ്സ്. കുറച്ച് പണിയുണ്ട് കേട്ടോ. ഇത് വെറുതെ വായനക്കൂടെ ഇങ്ങനെ പറയുന്ന പോലെ പെട്ടെന്ന് അത് നടക്കൂല. കൃത്യമായിട്ട് സിസ്റ്റം പഠിക്കണം, മീറ്റിങ്ങുകൾ പങ്കെടുപ്പിക്കണം. ഇത്ര ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ ഒരു ഫോളോ അപ്പിലൂടെ 13 ലെവൽ കമ്മ്യൂണിറ്റി ഒക്കെ ബിൽഡായി വരുന്ന സമയത്ത് നമുക്ക് 242 കോടിയിലേക്ക് എത്താൻ വേണ്ടി പറ്റും. 4 തന്നെ കൊടുക്കണം ഒരു നിർബന്ധമില്ല. 10 കൊടുത്തോ, ഇനി 50 കൊടുത്തോ, ഇനി വേണ്ട ഒരാൾക്ക് കൊടുത്തോ. ഒരാൾക്ക് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ വേണ്ടി പറ്റുമോ? ഒറ്റൊരു വ്യക്തി, ആ ഒരു വ്യക്തി അവരുടെ ഫ്രണ്ട്സിലേക്ക് കുറച്ച് ആൾക്കാർ കൊടുക്കും. നമ്മുടെ രണ്ടാമത്തെ ലെവൽ, പിന്നെ മൂന്നാമത്തെ, നാലാമത്തെ, അങ്ങനെ 13 ലെവലുകളിൽ നിന്ന് കോടികൾ തന്നെ അണിച്ചാൻ വേണ്ടി പറ്റും. 242 കോടിയിലേക്ക് എത്തൂല എന്നുള്ളൂ. അപ്പൊ ഇത് ക്ലിയർ ആയാലോ? ഒരു സിംഗിൾ ലൈനിലൂടെ പോയാൽ പോലെ, ലെഫ്റ്റും റൈറ്റും ഒന്നും വേണ്ട. ഇനി ലെഫ്റ്റും റൈറ്റിന്റെ കാര്യം ഞാൻ പറയാം. ഇപ്പൊ ഒന്നിൽ കൂടുതൽ ആൾക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് ആപ്ലിക്കേഷൻ വാങ്ങുകയാണെങ്കിൽ നമുക്കൊരു ടീമിനെ സെറ്റ് ചെയ്ത് വെച്ചോ. ടീം ബിൽഡിംഗ് കമ്മീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ലെഫ്റ്റ് റൈറ്റ് രണ്ട് ഓർഗനൈസേഷൻ സെറ്റ് ആക്കുക. ആപ്ലിക്കേഷൻ സേവ് ആപ്പ് വാങ്ങുന്ന ആൾക്കാരെ 2 സൈഡിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ അവരിലൂടെ ആപ്ലിക്കേഷൻ വിറ്റ് പോകുന്ന സമയത്ത് ഓരോ പെയർ മാച്ചിങ്ങിന് 400 നമുക്ക് അഡീഷണൽ ആയി വരുന്നുണ്ടാവും. ബൈനറി ഇൻകം. നിങ്ങളൊരു ആക്റ്റീവ് യൂസർ ആയിട്ടാണ് 4719 ഒരു ആപ്ലിക്കേഷൻ വാങ്ങിച്ചു വരുമ്പോൾ ഒരു വർക്കിംഗ് ഐഡി എന്നല്ല പറഞ്ഞത്. അപ്പൊ ആ സമയത്ത് ഈ യു എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമായിരിക്കും, ഒറ്റൊരു വർക്കിംഗ് ഐഡി. അതേ അവസരം നിങ്ങൾ ഫാമിലി യൂസർ ആണെങ്കിലോ 3 വർക്കിംഗ് ഐഡി കിട്ടും. ലെഫ്റ്റും റൈറ്റും നിങ്ങളുടെ പേര് തന്നെയായിരിക്കും. ട്രൈപോഡ് 3 ടീമിനൊക്കെ അങ്ങ് സെറ്റ് ആക്കിയുണ്ടല്ലോ. ഡെയിലി 30,000 രൂപ ഒരു ഫാമിലി യൂസർക്ക്. ഇവിടെ നിന്ന് മാത്രം ഈ ടീം ബിൽഡിംഗ് കമ്മീഷൻ മൂന്നാമത്തെ ഇൻകം പ്ലാൻ, ഇതിലൂടെ മാത്രം ഡെയിലി 30,000 രൂപ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നേരത്തെ ലെവലിംഗോ റഫറിംഗോ ഒക്കെ ഇല്ലേ, ഇതൊക്കെ വളരെ രീതിയിൽ അൺലിമിറ്റഡ് ആണ്, നമുക്ക് കണ്ടീഷൻ ഇല്ല. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഒരു 30,000 രൂപ ഒരു ഫാമിലീസ് ഒക്കെ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ലെഫ്റ്റിലും റൈറ്റിലും 2 പേർക്ക് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി കൊടുക്കുക, അവർക്കൊരു ഫോളോ അപ്പ് കൊടുക്കുക. പിന്നെ അവരുടെ അത് മൂവ് ആയി പോയി കഴിഞ്ഞാൽ ഒറ്റ സൈഡ് പോയാൽ ലെവലിംഗും കോടികളിലേക്ക്, 2 സൈഡ് ടീം ബിൽഡായ ടീം ബിൽഡിംഗ് കമ്മീഷൻ. വേറെ എന്താ വേണ്ടത്? ടീം ബിൽഡ് ആകുന്ന സമയത്ത് റാങ്കും അതിന് ഇൻസെന്റീവുകൾ 10 കോടി രൂപ കിട്ടും. വീണ്ടും വാങ്ങാനോ വാങ്ങിപ്പിക്കാനോ നിൽക്കേണ്ട. റാങ്ക് ചെയ്യാൻ വേണ്ടി ഇതിനു മുമ്പ് പല സ്ഥലങ്ങൾ നമ്മൾ വാങ്ങിച്ച് മറ്റുള്ളവരെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ട് മാല വിറ്റിട്ട് വരെ വാങ്ങിപ്പിച്ചിട്ടുണ്ട് അല്ലെ. ഇവിടെ നിങ്ങൾ ഒന്നും വേണ്ട, നോക്കിക്കോ. ടീമിനെ സെറ്റ് ആക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ റാങ്കുകളിലേക്ക് എത്താൻ വേണ്ടി പറ്റും. എങ്ങനെയാണെന്ന് പറയാം, നമ്മളെ ബൈനറിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഇൻകം പോകുന്നത്. 500 രൂപയിൽ തുടങ്ങും റാങ്കിന് ഇൻസെന്റീവ്. 10 കോടി വരെ നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെയാണെന്ന് അറിയോ? ഇവിടെ ഒരു ടീമിനെ സെറ്റ് ആക്കുക, ലെഫ്റ്റും റൈറ്റിലും ടീമിനെ സെറ്റ് ആക്കുക. അപ്പൊ ലെഫ്റ്റിൽ 4 ആപ്ലിക്കേഷൻ വിറ്റ് പോകുന്നു, റൈറ്റിൽ 4 ആപ്ലിക്കേഷൻ വിറ്റ് പോകുന്നു. മതി. 4 ലെഫ്റ്റ് 4 റൈറ്റും. നിങ്ങൾ ഫസ്റ്റ് റാങ്കിലേക്ക് എത്തി. മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഒന്നാമത്തെ റാങ്കിൽ എത്ര? 500 രൂപ ഇൻസെന്റീവ് കിട്ടുന്നുണ്ടാവും. ചെറിയൊരു എമൗണ്ട് അല്ലേ. ഇവിടെ 1600 കിട്ടി. ഒരു പെയർ മാച്ചിങ്ങിന് 400. 4 പെയർ മാച്ചിങ്, 4 ലെഫ്റ്റ് 4 റൈറ്റും ആപ്ലിക്കേഷൻ വിറ്റുമ്പോൾ 4 × 400 1600 ഇവിടെ കിട്ടിയിട്ടാണ് ഇവിടെ റാങ്കിന് ഇൻസെന്റീവ് 500 തന്നത്. 12 ആപ്ലിക്കേഷൻ ലെഫ്റ്റും 12 റൈറ്റും വിറ്റ് പോകുമ്പോൾ 12 × 400 ബൈനറിയും കിട്ടി. ഇവിടെ 1000 രൂപ ഇൻസെന്റീവ്. സീനിയർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. കളി മാറി വരുന്നതിനെ നോക്കണേ. ഒരു മാർക്കറ്റിംഗ് ഓഫീസർ 30 ആപ്ലിക്കേഷൻ ലെഫ്റ്റ് 30 റൈറ്റ് 30 ബൈനറി മാച്ചിങ്ങിന് 30 × 400 എത്രയാ കിട്ടി? വീണ്ടും അഡീഷണൽ 2000 രൂപ. പിന്നെ നാലാമത്തെ സീനിയർ മാർക്കറ്റിംഗ് ഓഫീസർ 80 ബൈനറി 80 × 400 + 4000. പിന്നെ 200 ബൈനറി ടീം ഡെവലപ്മെന്റ് ഓഫീസർ
200 × 400 ബൈനറി ഇൻകം കിട്ടിയിട്ട് അതിനോടൊപ്പം തന്നെ 10,000 രൂപ ഇൻസെന്റീവ്, പിന്നെ 20,000, 40,000, 3,00,000. അപ്പൊ ബൈനറി മാച്ചിങ് ലെഫ്റ്റിലും റൈറ്റും ആപ്ലിക്കേഷൻ വിറ്റ് പോകുന്ന സമയത്ത് തന്നെ ബൈനറി ഇൻകം കിട്ടുന്നുണ്ടാവും. അതിനോടൊപ്പം തന്നെ റാങ്കിന്റെ ഇൻസെന്റീവ് 500, 1000 ഇങ്ങനെ പോയിട്ട് 10 കോടി. എന്താ വേണ്ടെന്ന് അറിയത്തില്ല, താഴെ ഫോട്ടോ കൊടുത്തിട്ടാ ഞാൻ പറയുന്നത്, അതുപോലെ ഒന്ന് ചെയ്താൽ മതി അല്ലെ. ഒരുപാട് സ്ഥലങ്ങൾ പൈസയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആൾക്കാരാണ് നമ്മളെ എന്താ പറയാ അയൽവാസികൾ, നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ. പല സ്ഥലങ്ങളും പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് പിടിച്ച് കയറ്റിയാലുണ്ടല്ലോ അവര് മാത്രമല്ല നമ്മൾ രക്ഷപ്പെടുന്നുണ്ടാവും. അവരെ കൈപിടിച്ചിങ്ങനെ ചേർത്തങ്ങ് പിടിക്കുക. അതാ ഫോട്ടോ, അതാ ഞാൻ പറഞ്ഞത്. ഓട്ടോമാറ്റിക്കലി നമ്മളെ വരുമാനം അങ്ങനെ കൂടി വരുന്നു. റാങ്കുകളൊക്കെ അച്ചീവ് ചെയ്യുന്നുണ്ടാവും. ക്ലിയർ ആയല്ലോ. ഇനിയോ ക്ലബ്ബ് ബോണസ് ഉണ്ട്. പില്ലേഴ്സ് ക്ലബ്ബ്, ബ്ലൂമേഴ്സ് ക്ലബ്ബ്, ലീഡേഴ്സ് ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞാൽ 5 ക്ലബ്ബുകൾ. ഈ ക്ലബ്ബുകൾ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ബൈനറിയും കൂടുതലായിട്ടിടും. എന്താണെന്ന് അറിയാം, ഇവിടെ ശ്രദ്ധിച്ചോ. നമ്മൾ ഡയറക്റ്റ് സേവ് ആപ്പ് എത്തിക്കുന്ന വ്യക്തികൾ, 2 വ്യക്തികൾ ഇപ്പൊ ലെഫ്റ്റും റൈറ്റും ചെയ്തെന്ന് വെച്ചോ. ആ 2 വ്യക്തികൾ ഫസ്റ്റ് റാങ്കിലേക്ക് എത്തുന്ന സമയത്ത്, ഒന്നാമത്തെ റാങ്കിലേക്ക് എത്തി അവർ രണ്ടുപേരും 500 രൂപയൊക്കെ വാങ്ങുന്നു, നമ്മൾ ഫസ്റ്റ് ക്ലബിലേക്ക് എത്തും. എന്താ ബെനിഫിറ്റ്? നേരത്തെ ബൈനറി ഇങ്ങനെ 400 440 കണക്ക് കൂട്ടും. 10% കൂട്ടി കിട്ടും നമുക്ക്. പെയർ മാച്ചിങ്ങിന് 450 450. ലെഫ്റ്റും റൈറ്റും ആപ്ലിക്കേഷൻ വിറ്റുമ്പോൾ 450 450. എന്താ സംഭവിച്ചത്? ലെഫ്റ്റിലും റൈറ്റിലുള്ള 2 ആൾക്കാർ ഫസ്റ്റ് റാങ്കിലേക്ക് എത്തി, 450 വെച്ചിട്ട് പോകുന്നുണ്ടേ. അതിന് ലെഫ്റ്റിലും റൈറ്റിലും 2 ആൾക്കാർ സെക്കൻഡ് റാങ്കിലേക്ക് എത്തിയാലോ 440 പിടുത്തം വിട്ട് 20% കൂട്ടി 450 450 ആവും. ആ ഒരു രീതിയിലേക്ക് വരുമാനം വരുന്നുണ്ടാകുക. ഇനിയോ 2 വ്യക്തികൾ തേർഡ് റാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞാലോ 520 വെച്ച് പോകും. പിന്നെ 2 ആൾക്കാർ ഫോർത്ത് റാങ്കിലേക്ക് എത്തുമ്പോൾ 560. 2 ആൾക്കാർ ഫിഫ്ത്ത് 5ാമത്തെ റാങ്കിലേക്ക്, 2 ആൾക്കാർ 5ാമത്തെ റാങ്കിലേക്ക് എത്തിയെന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ 5ാമത്തെ ക്ലബിലേക്ക് എത്തുന്ന ബൈനറിയും 600 വെച്ച് പോകും. പിന്നെ സീരിയൽ ലെവലൊക്കെ വേറെ രീതിയിൽ മൂവ് ആയി പോകുന്നുണ്ടാവും, മറിയുന്നുണ്ടാവും. ക്ലിയർ ആയാലോ. വേണ്ടത് ലെഫ്റ്റിലും റൈറ്റിലുള്ള 2 ആൾക്കാരെ 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും 5ാമത്തെയും റാങ്കിലേക്ക് എത്തുമ്പോൾ നമ്മൾ 5ാമത്തെ ക്ലബ്ബ് കവർ ചെയ്യുന്നുണ്ടാവും. വരുമാനം കൂടുതലായിട്ട് വരുന്നുണ്ടാവും. ഇനി ഓട്ടോപ്പോൾ ഇതാ കഴിഞ്ഞു കേട്ടോ. 2 സ്ലൈഡ് കൂടി പറയാം, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അങ്ങ് പോവാം. അപ്പൊ ഇതുകൂടി കേട്ടോ. 8 സെക്കൻഡ്. നമ്മളിപ്പോ ഒരു ഫാമിലി ഹൗസായിട്ട് വരുന്നു. എത്ര എമൗണ്ട്? 14,157. അത് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും അല്ല കേട്ടോ. 14,157 രൂപ കൊടുത്ത് 3 ആപ്ലിക്കേഷൻ വാങ്ങാനുള്ള ക്യാഷ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഗ്ലോബൽ ഓട്ടോപോളിക്ക് 3,12,000 രൂപ കമ്പനി തരുന്ന പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ്? നിങ്ങൾ ഒരാളെ പോലും ചേർക്കാനോ പിടിക്കാനോ പോയിട്ടെങ്കിൽ ഈ പൈസ തരുന്ന പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. ഫസ്റ്റ് ഓട്ടോപോളിക്ക് 12,000, രണ്ടാമത് 60, മൂന്നാമത് 2,40,000, അങ്ങനെ ടോട്ടൽ 3,12,000. സീനിയോറിറ്റിക്ക് അനുസരിച്ചിട്ട് ഈ സിംഗിൾ ലൈനാ വരുന്നത്. ഗ്ലോബൽ ഓട്ടോപോളിംഗ് വരുന്നത്. കമ്പനിയിൽ നിന്ന് ബിസിനസ് നടന്നാൽ മതി. ഇവിടെ ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം. 1ാമത്തെ വ്യക്തി ഇപ്പൊ നിങ്ങളാന്ന് ചോദിച്ചോ 14,152 പാക്കേജ് എടുക്കും. നിങ്ങൾ ഒരാളെ പോലും ചേർത്തിട്ടില്ല, പിടിച്ചിട്ടില്ല, ചാക്കിലെടുത്തിട്ടില്ല. കമ്പനി നിങ്ങൾ 1ാമതായിട്ട് ക്യൂലേക്ക് അടിക്കും. എക്സാമ്പിൾ ആണ്. നിങ്ങളും തരാം, നിങ്ങൾക്കും മുമ്പ് ഒരുപാട് ആൾക്കാർ ക്യൂലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ 12,000 തരണം അല്ലെ. എങ്ങനെയാ നമ്മൾ വർക്ക് ചെയ്തിലേക്ക് എങ്ങനെ തരിക? കമ്പനിയിൽ നിന്നും 14,157 8 വിറ്റ് പോയാൽ മതി. 8 ഫാമിലി പാക്കേജ് വിറ്റ് പോകുമ്പോൾ ക്യൂവിൽ ആദ്യം വന്ന വ്യക്തിക്ക് 12,000 രൂപ. നിങ്ങൾ ഒരു വർക്കും ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അവിടെ 12,000 കിട്ടാൻ ചെറിയൊരു കണ്ടീഷൻ നമ്മൾ വെച്ചില്ല. എന്താ പറയാ, ഒന്നുകിൽ ഒരു റഫറലെങ്കിൽ നമ്മൾ ചെയ്യണം. ഒരു സിംഗിൾ റഫറൽ കൊടുക്കാൻ വേണ്ടി പറ്റുമോ? അങ്ങനെ അവർക്ക് 12,000 കിട്ടും. പിന്നെ റഫർ ചെയ്യാൻ പറ്റാത്തവർക്കോ ഒരു റീബർത്ത് ഉണ്ട്. അടിപൊളി. എങ്ങനെ? 12,000 കിട്ടുമ്പോൾ നമുക്ക് 6,000 അക്കൗണ്ടിലേക്ക് ഇടുക, 6,000 വീട് റീബർത്ത്. ആ റീബർത്ത് ചെയ്താലോ അതിലൂടെ വീട് 3,12,000 വേറൊരു ഓട്ടോപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. കളി വേറെ രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞ, ഒരാളെ പോലെ റഫർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. 12,000 കിട്ടുമ്പോൾ 6,000 റീബർത്ത് ചെയ്തോ. ഒരുപാട് ആൾക്കാർ റീബർത്ത് ചെയ്യുന്നുണ്ട്. അതിലൂടെ വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ. ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മൾ ക്യൂലേക്ക് വന്നു അല്ലെ. സീനിയോറിറ്റിക്ക് അനുസരിച്ച് 8 ഫാമിലി പാക്കേജ് കമ്പനിയിൽ നിന്ന് വിറ്റ് പോകുന്നു. 8 കമ്പനിയിൽ നിന്ന് വിറ്റ് പോകുമ്പോൾ സീനിയോറിറ്റിക്ക് അനുസരിച്ച് 1 by 1 ആയിട്ട് ഇങ്ങനെ 12 കൊടുത്തു. 12 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കണ്ട. കമ്പനി അടുത്ത ഡയമണ്ട് പൂളിലേക്ക് ആടും. അവിടെ 60,000 60 കിട്ടിയാൽ പിന്നെ 3ാമത്തെ പ്ലാറ്റിനം പൂളിലേക്ക് അവിടെ 2,40,000 രൂപ നമുക്ക് കിട്ടും. അങ്ങനെ 3 ഓട്ടോപ്പൂളിലെ 3,12,000 രൂപ. ഒരാളെ പോലും റഫർ ചെയ്തില്ലെങ്കിലും കിട്ടുന്ന പോലെ. പക്ഷെ ആ റീബർത്ത് നമ്മൾ സെറ്റ് ആക്കണം. ക്ലിയർ ആയല്ലോ. സീനിയോറിറ്റി ഉറപ്പ് വരുത്തുക. ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം വെറും 14,157 ഓപ്പർച്യൂണിറ്റി കേട്ടല്ലോ. തൊട്ട് മുമ്പ് വരെ പറഞ്ഞിട്ടുള്ളത് ഡെയിലി വരുമാനം. പിന്നെ അതൊന്നും ചെയ്യാൻ വലിയൊരു ഓട്ടോപ്പോൾ കിട്ടുന്ന ഉറപ്പായല്ലോ. സീനിയോറിറ്റി ആ മീറ്റിംഗ് കഴിഞ്ഞ് ഉടനെ എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങ് എടുത്ത് ക്യൂലൊക്കെ ആയിരിക്കോ. രാത്രിക്കത്തെ മീറ്റിംഗ് ആക്കട്ടെ എന്ന് പറയാൻ നിൽക്കണ്ടേ. അതുവരെ നിൽക്കാതെ ടൈമില്ല. കാരണം അതിന് മുമ്പേ ആൾക്കാർ ഇപ്പൊ മീറ്റിംഗ് തുടങ്ങിയത് 1 മണിക്കൂർ ആവാൻ ഇപ്പൊ കറക്റ്റ് 11:05 സ്റ്റാർട്ട് ചെയ്ത് 12:05 1 മണിക്കൂറായിട്ട്. ഈ ടൈമിൽ എത്ര ആൾക്കാർ ക്യൂലേക്ക് കയറിയിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഗ്ലോബലി ഇത് നമ്മളെ കേരളത്തിൽ നിന്നോ കണ്ണൂരിൽ നിന്നോ കാസർഗോഡ് നിന്നോ അല്ല. ദുബൈയിൽ നിന്നും അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്ന് വരെ
പർച്ചേസിങ് നടക്കുന്നുണ്ട്. അതായത് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ കേൾക്കുന്ന ടൈമിൽ പോലും ക്യൂലേക്ക് ആൾക്കാർ ഇടിച്ചു കയറുന്നുണ്ട്. അപ്പൊ സീനിയോറിറ്റി ഉറപ്പുവരുത്തുക. വർക്ക് ചെയ്യണം, അതൊക്കെ ഇപ്പൊ ഇന്നത്തെ കാര്യമല്ലേ. അപ്പൊ എടുത്തും കിട്ടോ. പവർഫുൾ ആയ 3 ആപ്ലിക്കേഷൻ, മണി മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ്, പേഴ്സണാലിറ്റി, ഡ്രീം വരെ സെറ്റ് ചെയ്യാനുള്ള ഫീച്ചേഴ്സുകൾ അടങ്ങിയ ഒരു ആപ്ലിക്കേഷൻ, 3 ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? ഇനിയോ കോർ കമ്മിറ്റി മെമ്പർ ആവാൻ പറ്റും. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഒരു ഫാമിലി വിസിറ്റായിട്ട് വരുന്ന വ്യക്തികൾ ഈ ഓട്ടോപോൾ വാങ്ങാനാണ്? ഇത് ഡാം ഷുവർ. സീനിയോറിറ്റി അനുസരിച്ച് ആദ്യം വന്ന വ്യക്തിക്കും മറ്റോ അവസാനം വരുന്ന വ്യക്തിക്കും കിട്ടുന്ന രീതിയിലാണ്. ആ റീബർത്തില്ലേ, ആ റീബർത്തിലൂടെ ഒരു കറക്കതൊക്കെ ഇറങ്ങാനുണ്ട്. ആ സമയത്താണ് ഈ താഴെ കിട്ടുന്ന, ഏറ്റവും താഴെ വരുന്ന ആൾക്കാർക്ക് കിട്ടുന്ന പറയുന്നത്. പക്ഷെ 3,12,000 വാങ്ങാനും നല്ല ആൾക്കാർ വരുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ട് എന്തിനാണെന്നറിയോ? CCM ആവാൻ വേണ്ടി. കോർ കമ്മിറ്റി ഇപ്പൊ കഴിഞ്ഞ 18-ാം തീയതി നടന്ന തൃശ്ശൂർ മെഗാ SSM സേവ സക്സസ് മീറ്റ് പ്രോഗ്രാം ഉണ്ടല്ലോ, 60-70 ആൾക്കാരാണ് കോർ കമ്മിറ്റി ആയത്. ഇതിന്റെ സാധ്യത കണ്ടിട്ട് ലക്ഷങ്ങളും കോടികളും ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്യണ്ട. നമ്മളെ കുടുംബം രക്ഷപ്പെടും ഒരു CCM ഒക്കെ ആയി കഴിഞ്ഞാൽ. വളരെ കെയർഫുൾ ആയിട്ട് കേട്ടെ. നിങ്ങളൊരു ഫാമിലി പാക്കേജ് എടുക്കുക, 14,157. എത്ര? 14,157. നിങ്ങളൊരു ഫാമിലി യൂസർ ആയിട്ടുണ്ടല്ലോ, 90 ദിവസത്തെ ടൈം വരും കമ്പനി. നിങ്ങൾ ഇന്ന് ഫാമിലി യൂസർ ആയാലും ഇന്നലെയാണെങ്കിൽ 90 ദിവസം സ്റ്റാർട്ട് ചെയ്യും. 90 ദിവസത്തിനുള്ളിൽ വെറും 15 ഫാമിലി യൂസറെ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? 15 ആൾക്കാരാ. ഈ 14,157 15 ആൾക്കാരാ. 90 ദിവസത്തെ ടൈം വേണം. നിങ്ങൾ കോർ കമ്മിറ്റി ആയി 15 ആൾക്കാർ സെറ്റ് ആയി കഴിഞ്ഞാൽ നോക്കിക്കോ, ബെനിഫിറ്റ് നോക്കണേ. മന്ത്ലി ഏർണിംഗ്സിന്റെ 5% മന്ത്ലി ബോണസ് ആയിട്ട് കിട്ടും. റഫറലിംഗോ ലെവലിംഗോ ബൈനറിക്ക് കൂടി ടീമിനൊക്കെ സെറ്റ് ആക്കുന്ന സമയത്ത് ഡെയിലി വരുമാനം കിട്ടുന്നതല്ലേ. അപ്പൊ നമുക്ക് കിട്ടുന്ന വരുമാനം എത്രയാണോ അതിന്റെ 5% എല്ലാ മാസവും വീടുന്നത്. ഡെയിലി വാങ്ങുന്ന നിങ്ങൾക്ക് അതിൽ പെടുമല്ലോ. ഇന്നുണ്ട്, നാളെയുണ്ട്, മറ്റന്നാളുണ്ട്. അപ്പൊ ജൂലൈ മാസത്തിലെ ലാസ്റ്റ് നോക്കും, ടോട്ടൽ കമ്പനി നോക്കും. ഈ ഷംസുദ്ദീൻ CCM ആണ്, അയാൾ എത്ര വാങ്ങിച്ചില്ല, അല്ലെ നിങ്ങൾ എത്ര വാങ്ങിച്ചിട്ട് നോക്കും. അതിന്റെ 5% വീഴുന്നത്. എങ്ങനെയുണ്ട്? തീർന്നിട്ടില്ല. ഈ ഏർലി ബോണസ് ഉണ്ട്. ഇന്ത്യയിൽ മൊത്തം നടക്കുന്ന സേവ് ആപ്പ് റീചാർജിന്റെ ലാഭം കമ്പനിയിലേക്ക് വരുമ്പോൾ 10%. സേവ് കാർട്ട് ബിസിനസിന്റെ ലാഭത്തിൽ നിന്ന് 10%. ആർക്ക്? കോർ കമ്പനിക്ക് വേണ്ടി. എപ്പോ കൊടുക്കും? എല്ലാ വർഷവും ജനുവരി ആദ്യത്തെ ആഴ്ചയിൽ. ഇനിയോ സേവ് ആപ്പ് പ്രോ ഉണ്ടല്ലോ, 1,150 സേവ് ആപ്പ് പ്രോ വിറ്റുപോയിന്ന് വെച്ചോ, 10 രൂപ അതിൽ നിന്ന് മാറ്റി വെക്കും. അപ്പൊ ഓരോ പ്രോയിൽ നിന്നും 10 രൂപ മാറ്റി വെക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. എപ്പോ മുതല്? കഴിഞ്ഞ ജനുവരി മുതൽ. അതിനു മുമ്പത്തെ ഡിസംബർ 18 വന്നത്. ഏകദേശം 12 ദിവസം മുമ്പാണ് പ്ലേ സ്റ്റോറിലേക്ക് ആപ്ലിക്കേഷൻ വന്നത്. ഡിസംബറിലെ കണക്ക് കൊടുത്തു വിട്ട്. കഴിഞ്ഞ ജനുവരി 1-ാം തീയതി മുതൽ ഇന്നിപ്പോ ജൂലൈ 20-ാം തീയതി വരെ എത്ര പ്രോ വിറ്റ് വീണാവും? ഏകദേശം ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം 200, 250, 300, 400 ഒക്കെ പ്രോയൊക്കെ വിറ്റ് പോകുന്നുണ്ട്. ഒന്ന് കണക്കൂട്ടി വെക്കട്ടെ, എത്ര പ്രോ വിറ്റ് വീണ്ടാവും? മാറ്റി വെച്ചിട്ടുണ്ട്. ഓരോ പ്രോയിൽ നിന്ന് 10 രൂപ വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ആർക്ക്? കോർ കമ്മിറ്റി മെമ്പേഴ്സിന്. ഇപ്പൊ കണക്കൊന്നും പറയാനൊന്നും കഴിയുന്നില്ല. മുമ്പ് ഞാൻ പറയല്ലോ 141, 142 CCM ആയി 143 ഒക്കെ. ഇപ്പൊ പിടുത്തം വിട്ട്. ഇപ്പൊ മുമ്പൊക്കെ ഫസ്റ്റ് റാങ്ക് അടിച്ചു വരുന്ന പോലെയാണ് ഇപ്പൊ CCM കടന്നു വരുന്നത്. എത്ര ആൾക്കാർ ഇതിനെ സാധ്യത മനസ്സിലാക്കി കയറി വരുന്നതെന്ന് അറിയോ? CCM എന്റെ പൊന്നു ഒന്നും പറയണ്ട. അപ്പൊ സാധ്യത കൃത്യമായിട്ട് മനസ്സിലാക്കുക. ടോട്ടൽ റീചാർജിന്റെ ലാഭത്തിന് 10% എല്ലാ വർഷം ജനുവരി ആദ്യത്തെ ആഴ്ച കിട്ടുന്ന കമ്പനിയിൽ നടക്കുന്ന റീചാർജാ പറയുന്നത്. നമ്മുടെ നാട്ടിലോ പഞ്ചായത്തിലോ അല്ല. സേവ് കാർട്ട് ബിസിനസിന്റെ 10% പ്രോയിൽ നിന്നുള്ള ആ പൈസ വേറെ രീതിയിൽ മൂവായി പോകുന്ന ബിസിനസ്. പിന്നെ വെണ്ടർ ആവാൻ വേണ്ടി പറ്റും. നമുക്ക് സേവ് കാർട്ടിന്റെ വെണ്ടർ. നിങ്ങളെ വീട്ടിൽ നിങ്ങൾ പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് സേവ് കാർട്ടിൽ ആഡ് ചെയ്ത പ്രൊഡക്റ്റ് നിങ്ങൾക്ക് DCM ഡയറക്റ്റ് ക്ലബ്ബ് മെമ്പറിലേക്കൊക്കെ എത്താൻ വേണ്ടി പറ്റും. നമ്മളെ കൂടെ വരുന്ന ആൾക്കാരെ CCM ഒക്കെ ആക്കിയാൽ മതി. സെറ്റ്. പിന്നെ ഡയറക്റ്റ് ബോർഡ് മാനേജ്മെന്റ് ടീമിലൊക്കെ കയറി എത്താനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ റാങ്ക് ഉണ്ടല്ലോ. നമ്മളെ റാങ്ക് 10 കോടി സിമ്പിൾ ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. സിമ്പിൾ, ഈസി, വളരെ ഈസി ആയിട്ട് ടീമിനൊക്കെ സെറ്റ് ആക്കുമെന്ന് പറഞ്ഞില്ലേ. ആ സമയത്ത് നമുക്ക് ഒരു പ്രീമിയം മെമ്പർ ആവും. എങ്ങനെ? നമ്മൾ കോർ കമ്മിറ്റി ആയി കഴിഞ്ഞാൽ ഒരു പ്രീമിയം മെമ്പർ ആയിട്ടാവും. ബൈനറി നേരെ കുറച്ച് മതി. എത്ര മതി? എങ്ങനെയാ? നേരത്തെ 4 ആപ്ലിക്കേഷൻ ലെഫ്റ്റ് 4 റൈറ്റിനും വിറ്റ് പോകുമ്പോഴാണ് 500 രൂപ ഇൻസെന്റീവ് കിട്ടുന്നത്. ഇവിടെ 2 മതി. 2 പേരെ മാച്ചിങ് 500. 12 വരെ 6 മതി. 1000 രൂപ ഇൻസെന്റീവ്. കൂടി പോ നോക്കണേ. ബൈനറി നോക്കിയിട്ട് 30 ബൈനറിക്ക് വരെ 15 ബൈനറി 2000 രൂപ. 80 വരെ 40 4000. 200 വരെ കാത്തു കണ്ട. ടീം ഡെവലപ്മെന്റ് 5ാമത്തെ റാങ്കിലേക്ക് എത്താണ്ട് 200 ബൈനറി മാച്ച് ആണോ? നിങ്ങൾ CCM ആണെങ്കിലോ വെറും 100 ബൈനറി മാച്ച് ആയി. ആ സമയത്ത് തന്നെ 10,000 രൂപ ഇൻസെന്റീവ്. അങ്ങനെ 20,000. ഈ ഇൻസെന്റീവുകൾ നമുക്കിങ്ങനെ ടോപ്പിലേക്ക് വളരെ പെട്ടെന്ന് വാങ്ങിച്ചെടുക്കാനൊക്കെ പറ്റുന്നുണ്ടോ? അപ്പൊ എന്ത് വേണം? എന്ത് വേണം? CCM ആവണം. CCM ആവണമെങ്കിൽ എന്ത് വേണം? ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം വെറും 14,157. എത്ര? 14,157. ലക്ഷങ്ങളും കോടികളൊക്കെ എത്ര സ്ഥലങ്ങൾ ചെയ്തിട്ടുണ്ട്. പുറത്തിറങ്ങാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാണ്. ഒരാളോട് പ്ലാൻ കൊടുക്കാൻ വരെ പറ്റുന്നില്ല. കാരണം നമ്മൾ പറഞ്ഞിട്ട് ആൾക്കാരുടെ ക്യാഷ് അവിടെ ഒരുപാട് പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒറ്റ പ്രാവശ്യം 14,157. 90 ദിവസം ടൈം വരും. അതിനുള്ള വെറും 15 ഫാമിലി പാക്കേജ്. പിന്നെ 15 ആയിട്ടില്ല, 14, 13 ആണ്. 90 ദിവസം കഴിഞ്ഞാലോ
CSM ആവില്ലെന്നല്ലേ ഉള്ളൂ. റഫറലിംഗോ ലെവലിംഗോ ബൈനറി റാങ്കിങ് ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് വരുമാനം ആ സമയത്തും കിട്ടിയിട്ടുണ്ടാവും. ഒന്ന് ട്രൈ ചെയ്തോ CSM ഒക്കെ ആവാൻ വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനിയിപ്പോ നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് ലേറ്റ് ആയിട്ട് വന്നുള്ളവരെ ഞാൻ ഷോർട്ട് ആയിരുന്ന കമ്പനിയെ പരിചയപ്പെടുക. ഓക്കെ, ഈ ഒരു കമ്പനി 1998 ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോ 98 ഒരു പാർട്ട്ണർഷിപ്പ് ഫേമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. 10 വർഷത്തിന് ശേഷം 2008 ഒരു ഇൻകോർപ്പറേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് മാറി. നിലവിൽ ഇപ്പൊ കമ്പനി 27 വർഷം കഴിഞ്ഞ് 28ാമത്തെ വർഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. IT കമ്പനി, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനി. ഇവിടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗോ MLM ബിസിനസ് ചെയ്യാൻ വേണ്ടി വന്നുള്ള കമ്പനി ഒന്നല്ല. 28 വർഷം ഇന്ത്യയിലും വിദേശത്തൊക്കെ ആയിട്ട് സോഫ്റ്റ്വെയർ ആയി കൊടുക്കുന്നു. നമുക്കൊക്കെ ഏതെങ്കിലും തരത്തിൽ സോഫ്റ്റ്വെയർക്ക് ആവശ്യമുള്ള കമ്പനിയെ സമീപിച്ചാൽ നമ്മൾ പറയുന്ന രീതിയിൽ സോഫ്റ്റ്വെയർ പറയുന്ന ടൈമിൽ കമ്പനി സെറ്റ് ചെയ്തിട്ടുണ്ടാവും. പവർഫുൾ ആണ് പ്രൊജക്ട്. 38 വർഷം IT മേഖല എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി മിസ്റ്റർ രാമേന്ദ്രൻ പാലശ്ശേരി, അദ്ദേഹത്തിന്റെ പ്രൊജക്ട് നമ്മൾ കേട്ടത്. അദ്ദേഹമാണ് MD സർ. വളരെ പവർഫുൾ ആയ കോൺസെപ്റ്റ്. നമുക്ക് തീരുമാനിക്കാം ഇതിലേക്ക് സേവ് ആപ്പിലേക്ക് വരണോ വേണ്ടോ എന്നുള്ളത്. ഫ്രീ ആയിട്ട് വേണം, ഫ്രീ ആയിട്ടൊന്നും ഒരു പൈസ കൊടുക്കണ്ട. യൂട്ടിലിറ്റി സർവീസിലൂടെയും സേവ് കാർഡിലൂടെയും വരുമാനം ഉണ്ടാക്കാൻ പറ്റും, ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, ഒരു പൈസ കൊടുക്കണം വന്നാൽ. പിന്നെ പ്രോ എടുത്ത് വന്നു കഴിഞ്ഞാൽ സിംഗിൾ ലൈൻ ഓട്ടോ പ്ലിങ് കിട്ടുന്നുണ്ടാവും. 1000, 3000, 20,000 ഒക്കെ വെച്ചിട്ട് ഒരു ആപ്ലിക്കേഷൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫാമിലി പാക്കേജ് ഒക്കെ ആണെങ്കിലും തിരിഞ്ഞു നോക്കണ്ട, സക്സസ് ആയി. ഇപ്പം മനസ്സിലായിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആൾക്കാർ ഫാമിലി പാക്കേജ് ഒക്കെ എടുക്കുന്ന കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ വേൾഡ് വൈഡ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫിസിക്കൽ പ്രൊഡക്റ്റും ഡിജിറ്റൽ പ്രൊഡക്റ്റും നമ്മൾ ഏകദേശം ഒരു വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പുറത്തിറങ്ങണ്ട, പുറത്ത് നല്ല മഴയാണ്. ഇപ്പം ഞാൻ കുറ്റം പറയുന്നില്ല കേട്ടോ. MLM കമ്പനികൾ പ്രൊഡക്റ്റ് വിൽക്കുന്ന ആൾക്കാരൊക്കെ സംബന്ധിച്ച് നോക്കിയിട്ട് എന്റെ വീട്ടിലൊക്കെ ഒരുപാട് HRൊക്കെ ഇങ്ങനെ സാധനം ഷോപ്പറിലൊക്കെ പിടിച്ച് വരാറുണ്ട്. ചിലപ്പോൾ അവിടെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ, ഇപ്പം മഴ ചോരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മഴ ചോരുന്നുണ്ടോ നോക്കിയിരിക്കുന്നുണ്ടാവും. ഇവിടെ അങ്ങനത്തെ ഒരു സംഭവമില്ല. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ട, അടിപൊളി ഫുഡൊക്കെ കഴിച്ചാൽ പുറപ്പിനിടയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആൾക്കാർ സൂമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിന്റെ റെക്കോർഡ് ഓൾറെഡി യൂട്യൂബിലുണ്ട്, അതൊക്കെ ഇങ്ങനെ അയച്ചു കൊടുക്കുക. അതുപോലെ മീറ്റിംഗ് രാവിലെ 6 മണിക്ക് ട്രെയിനിങ് സെഷൻ, ഈ ഒരു ടൈം 11 മണിക്ക് കൃത്യമായിട്ട് കമ്പനിയുടെ പ്രൊഫൈല് പ്രൊഡക്റ്റ് പ്ലാൻ അല്ലെ. രാത്രി 8 മണിക്കൊണ്ട് രാത്രി 9 മാണിച്ചാക്ക സാർ ക്ലാസ്സും ഉണ്ട്. അപ്പൊ നമ്മൾ പങ്കെടുക്കാൻ മറ്റുള്ളവർ ഇൻവൈറ്റ്, ഇതാ പണി. സൂം മീറ്റിംഗിലൊക്കെ ആൾക്കാർ ഇൻവൈറ്റ് ചെയ്യുക. അവര് ഇതുപോലെ കേട്ടിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ആപ്ലിക്കേഷൻ പാസ് ചെയ്ത് നമ്മളെ വരുമാനം സ്റ്റാർട്ട് ചെയ്യുന്നു. ഫാമിലി പാക്കേജ് ഒക്കെ ഡെയിലി വരുമാനം. വെരി നെക്സ്റ്റ് ഡേ കമ്പൽസറി ഇല്ല, വീണ്ടും 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 വാങ്ങാനോ വാങ്ങിപ്പിക്കാനോ കണ്ട 800 ആണെങ്കിൽ 800 വെരി നെക്സ്റ്റ് ഡേ റഫറലിംഗും കിട്ടുന്നുണ്ടാവും. അതുപോലെ ലെവലിംഗും ബൈനറി റാങ്കിങ്ങും ഒരുപാട് ഇനങ്ങൾ ഹയസ്റ്റ് പെയിങ് കോമ്പൻസേഷൻ കമ്പനിക്ക് കൊടുക്കാൻ പറ്റുന്നു. കാരണം എന്താണ്, ഒറ്റ പ്രാവശ്യം വൺ ടൈം നിർമ്മിച്ചു പ്ലേ സ്റ്റോറിലേക്ക് വെച്ചു. ശരിയല്ലേ? വീണ്ടും 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 നിർമ്മിക്കാനുള്ള ചെലവ് വരാത്തതുകൊണ്ട് തന്നെ കമ്പനിക്ക് കൂടുതലും ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നു പ്ലേ സ്റ്റോറിൽ ആപ്ലിക്കേഷൻ ആയത്. അപ്പൊ പവർഫുൾ ആണ് കൺസെപ്റ്റ്. തീരുമാനം എടുക്കേണ്ടത് നമ്മളാണ്. സീനിയോറിറ്റി ഉറപ്പുവരുത്തുക. ഇന്ന് ഇപ്പൊ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ചെയ്യാൻ പറ്റും. പ്രോ ഒന്നാണെങ്കിൽ ഒന്ന്, ഫാമിലി പാക്കേജ് ആണെങ്കിൽ സീനിയോറിറ്റി വളരെ ഫാസ്റ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, അപ്പോ എല്ലാവർക്കും ഇന്നത്തെ ഈ സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. Thank you, sir. Thank you, sir.